Good morning. Good morning, Miss. Good morning, Miss. Good morning. Good morning, Miss. Good morning. Okay, we can start. Prayer. Prayer ആരാ ചെയ്യുന്നേ? ഞാൻ പാടാം മാം. Good morning. Bless us, Lord, throughout the day, while at school, at home, at play. Help us to love and not to hate. Bless us all, oh Lord, we pray. Thank you. Okay, anything you want to share, like thought for the day, signing? ആരുല്ലേ? thought for the day, signing, action song, അങ്ങനെ ആരുമില്ല? Yes, please. Ma'am. Small improvement in our life leads to big success. It even changes our personality. If we work hard in our life, we can achieve our goal. First, we need a good mind. If can surely achieve. I pray that each of us will have the same mind as you. Also have a nice day. Signing in, Sahadona. എല്ലാരും ആക്ഷൻ സോങ് ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യണം കേട്ടോ. പിന്നെ ക്ലാസ്സിൽ പറഞ്ഞില്ല എന്ന് തോന്നുന്നു. എല്ലാരും സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ഒക്കെ ചെയ്തു വെച്ചോ? Yes, ma'am. ഓക്കെ, നിങ്ങൾക്ക് ഫ്ലാഷ് കാർഡ് പോലെ തന്നെ നമുക്ക് കുറച്ച് കാർഡ്സ് ഉണ്ടാക്കണം. അതായത് സാൻഡ് പേപ്പർ ലെറ്റേഴ്സും നമ്പേഴ്സും മോണ്ടിസോറി മെറ്റീരിയലും, മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മോണ്ടിസോറി മെറ്റീരിയൽസ് തന്നെയാണ് ലാംഗ്വേജ് ഏരിയയില്. അതുപോലെ തന്നെ നമ്പേഴ്സ് മാത്തമാറ്റിക്കൽ ഏരിയയിലും. പിന്നെ ലാംഗ്വേജ് ഏരിയയില് കൂടുതൽ വേറെ മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത് നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പിക്ചർ റീഡിംഗ് കാർഡ്സും വേർഡ് റീഡിംഗ് കാർഡ്സ്, കളർ റീഡിംഗ് കാർഡ്സ്. വേർഡ് റീഡിംഗ് കാർഡ്സ് എന്നൊക്കെ പറയുമ്പോഴേക്കും കുട്ടികൾക്ക് ഫെമിലർ ആയിട്ടുള്ള വേർഡ്സ് അത് ഇതുപോലെ ഇങ്ങനെ കാർഡ് ഉണ്ടാക്കി വെക്കണം. കുറച്ച് കളർഫുൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇതുപോലെ കാർഡ് ആക്കി വെക്കണം. ഈ ഒരു വലിപ്പം ഉണ്ടാകണം. കാരണം വെച്ചാൽ അവർക്ക് റീഡബിൾ ആയിരിക്കണം. ചെറിയ അക്ഷരത്തിൽ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വായിക്കാനായിട്ട് പറ്റില്ല. അവര് എപ്പോഴും കേൾക്കുന്നത് അങ്ങനെയുള്ള വാക്കുകളൊക്കെ ആവുമ്പോഴേക്കും അത് പെട്ടെന്ന് അവർക്ക് അവരുടെ മൈൻഡിലേക്ക് അത് വന്നോളൂ. അങ്ങനെയുള്ള കുറച്ച് ഒരു 10 ഒക്കെ ചെയ്ത് വെക്കുക. പിന്നെ ചെയ്യാവുന്നത് കളർ റീഡിംഗ് കാർഡ്സ്. കുറെ കളേഴ്സ് ഉണ്ടല്ലേ, അപ്പൊ ഇതുപോലെ എന്തെങ്കിലും ഒരു ഷേപ്പ് വരച്ച് അത് കളർ ചെയ്യുക, അല്ലെങ്കിൽ ആ കളറിലുള്ള പേപ്പർ അതുപോലെ കട്ട് ചെയ്തിട്ട്, ഈ ഷേപ്പ് തന്നെ വേണമെന്നില്ല കേട്ടോ, ഇഷ്ടമുള്ള ഷേപ്പ് വരയ്ക്കാം. വെറുതെ ഒരു സർക്കിൾ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ അതുപോലെ ആ കളർ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഇതുപോലെ ചെയ്ത് വെക്കാം. പിന്നെ പിക്ചർ റീഡിംഗ് കാർഡ്സ്, പിക്ചേഴ്സ് വരുന്ന രീതിയിൽ ഇതുപോലെ കാർഡ്സ് ഉണ്ടാക്കുക. ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഇതാണ്. പിന്നെ സോക്സ് കൊണ്ട് സ്നേക്ക്, അതൊക്കെ ഞാൻ പറഞ്ഞിരുന്നോ? ഇല്ല മാം. നമുക്ക് നമ്മുടെ കയ്യിലുള്ള പഴയ ഏതെങ്കിലും സോക്സ് എടുക്കാം. കുറച്ച് വലിപ്പമുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് ആ ഒരു നീളമൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പൊ നമുക്കറിയാം സ്നേക്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എപ്പോഴും അതിന്റെ നാക്ക് ഇങ്ങനെ പുറത്തേക്ക് നീണ്ടു വരും അല്ലെ. അതിങ്ങനെ പത്തി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നാക്ക് ഇങ്ങനെ പുറത്തേക്ക് ആയിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ കണ്ണും. ഞാൻ ആദ്യം ഒരു വൈറ്റ് സോക്സിൽ ചെയ്തിരുന്നു. ഇങ്ങനത്തെ കണ്ണറിയാലോ, ഗൂഗിളി ഐസ് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇതുപോലുള്ള കണ്ണും വെക്കാം. പിന്നെ നാക്കിന് പകരം സാറ്റിൻ റിബൺ, റെഡ് കളറിലെ റിബൺ ആണ് ചെയ്തത്. അപ്പോ ഇത് നമ്മൾക്ക് കയ്യിൽ ഇട്ട് കഴിഞ്ഞാൽ
കൈയുടെ ഈ ഒരു ഭാഗത്ത് ഈ കണ്ണിങ്ങനെ കാണും. നമ്മളിങ്ങനെ കൈ മടക്കുമ്പോ ശരിയായ രീതിയിലൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാക്കും ഈ കണ്ണും ഇങ്ങനെ ആവും. ഇതെന്ന് പറഞ്ഞാൽ വെറുതെ സോക്സ് മാത്രമേ ചെയ്തുള്ളൂ. പക്ഷെ മറ്റേ സോക്സ് ചെയ്തപ്പം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു സ്നേക്കിന്റെ ആ ഒരു ഷേപ്പില് ഒരു കാർഡ്ബോർഡ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കാർഡ്ബോർഡ് സ്നേക്ക് ആ സോക്സിന്റെ അകത്തേക്ക് വെച്ചിട്ട് ഹാൻഡ് സ്റ്റിച്ച് ചെയ്തു. സൈഡെല്ലാം സ്റ്റിച്ച് ചെയ്ത് സെക്യൂർ ചെയ്തു. അപ്പൊ നമ്മൾ കൈ ഇതിനകത്തേക്ക് ഇടുമ്പോ അതിന്റെ മൂവ്മെന്റ് കുറച്ചുകൂടെ നമുക്ക് ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും മറ്റേ സോക്സിൽ ചെയ്തതിനേക്കാളും. മറ്റേത് ഞാൻ ഹാർഡ് ബോർഡ് വെച്ചില്ല, അതേസമയം ഇതില് ഹാർഡ് ബോർഡ് വെച്ചു. അപ്പൊ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് മടങ്ങുമ്പോ ആ ഒരു സ്നേക്ക് കണ്ണ് പോയിട്ട് ഒട്ടിച്ചത് വിട്ടുപോയതാ. അത് മടങ്ങുമ്പോ ആ ഒരു ശരിക്കും ഒരു സ്നേക്കിന്റെ ആ ഒരു എഫക്റ്റ്, അല്ലെങ്കിൽ ഫ്രോഗിനെ പോലെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. ഫ്രോഗ് ഒക്കെ വേണമെങ്കിൽ ഇത് വെച്ച് ചെയ്യാട്ടോ. അതിനനുസരിച്ച് നമ്മുടെ കൈയുടെ ഷേപ്സ് ഒക്കെ ഒന്ന് മാറ്റിയാൽ മതി. ഇത് സ്നേക്ക് ഈ ആ ഒരു ഇങ്ങനെ ആ മൂവ്മെന്റ് ശരിയാകാൻ ഇവിടെ ഇങ്ങനെ ഹാർഡ് ബോർഡ് വെക്കുന്നതായിരിക്കും നല്ലത്. മറ്റേ സോക്സിൽ അങ്ങനെ ബോർഡ് വെച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇത്രയും ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യില്ല. കണ്ണിവിടെ വെക്കുക, കണ്ണിവിടെ വരുന്ന രീതിയിൽ തന്നെ ഒട്ടിക്കുക. നമ്മൾ ഈ മടക്കുമ്പോൾ നാക്ക് ഇങ്ങനെ പുറത്തേക്ക് ആവുന്ന രീതിയിലുള്ള ഏതെങ്കിലും ക്ലോത്തോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് അത് ചെയ്യാം. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് അങ്ങനെ പേടിയൊന്നും തോന്നില്ല, അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നും. ഇപ്പൊ സ്നേക്ക് ക്യാരക്ടർ ആയിട്ട് വരുന്ന ഏതെങ്കിലും കഥകളൊക്കെ പറയുമ്പോഴൊക്കെ അത് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ പല ടൈപ്പിൽ വരുന്ന ട്രയാങ്കിൾസ്, കൺസ്ട്രക്റ്റീവ് ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞ നമുക്കൊരു മെറ്റീരിയൽ ഉണ്ട് മോണ്ടിസോറി മെറ്റീരിയൽസിൽ. അപ്പൊ നമുക്ക് ഇതുപോലെ കളർഫുൾ ആയിട്ട് പല ട്രയാങ്കിൾസ്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ട്രയാങ്കിൾസ് ഇല്ലേ, അങ്ങനെ പല രീതിയിൽ ട്രയാങ്കിൾസ് ചെയ്യാം. ഐസോസ്ലസ് ട്രയാങ്കിൾ, 2 സൈഡ്സ് ഈക്വൽ ആയിട്ട് വരുന്നത്. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, 3 സൈഡ്സും ഈക്വൽ ആയി വരുന്ന രീതിയിലുള്ള ട്രയാങ്കിൾ, അങ്ങനെ പല രീതിയിലും ട്രയാങ്കിൾസ് ഉണ്ടാക്കാം. ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ് ഒന്ന് ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ പല ടൈപ്പ് ട്രയാങ്കിളും അതിന്റെ ഷേപ്പും കാണാനായിട്ട് പറ്റും. ഓരോന്നിന്റെ സ്പെഷ്യാലിറ്റി മനസ്സിലാക്കാനായിട്ട് പറ്റും. അതിനനുസരിച്ച് ഉണ്ടാക്കാം. ഇത്രയൊക്കെ മെറ്റീരിയൽസ് കയ്യിലുണ്ടെങ്കിൽ നന്നായിരിക്കും. പിന്നെ നമ്മൾ പണ്ട് ഇങ്ങനത്തെ ടിപ് ടോപ്പോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ഇതില്ലേ, വിരലിങ്ങനെ വെച്ചിട്ട് നമ്മൾ അതിനകത്ത് കുറെ മെസ്സേജ് ഒക്കെ എഴുതും, കളറൊക്കെ എഴുതിയിട്ട് നമ്മളങ്ങനെ കളിക്കാറില്ലേ. അപ്പൊ ഇതിനകത്ത് വിരലിനകത്ത് വെക്കാന്ന് പറഞ്ഞാൽ ഇച്ചിരി പണിയാണ്. ഇത്ര വർഷമായില്ലേ, 7-8 വർഷമായിട്ട് ഞാൻ ആ സമയത്ത് ചെയ്തായിരുന്നേ. ഞാൻ ചെയ്തതിനകത്ത് ഒരു ബേർഡിന്റെ ഷേപ്പാണേ വരുന്നേ. കണ്ടോ, നാക്കിനൊരു ഇത് വെച്ചു. ഇതിങ്ങനെ വാ തുറക്കുമ്പോ ആ ഒരു ബേർഡ് ഇങ്ങനെ നാക്ക് തുറക്കുന്ന പോലെ ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വേറെന്താ, ഞങ്ങളുടെ ടൈമിൽ ആംഗ്രി ബേർഡ്സ് ഭയങ്കര ഒരു ആ ഒരു ക്യാരക്ടറിനെ എല്ലാരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ ആംഗ്രി ബേർഡ്സിന്റെ രീതിയിൽ അതുപോലെ മാസ്ക് ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. ഈ ടൈമിൽ ഏത് ക്യാരക്ടറാണോ കൂടുതലായിട്ട് കുട്ടികളുടെ മനസ്സിൽ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യാം. ടോം ആൻഡ് ജെറി ചെയ്യണം, ടോം ആൻഡ് ജെറി ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ, ഇപ്പൊ ഫസ്റ്റ് ബാച്ചിന് വൈവ സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ്. അപ്പൊ ഞാൻ കണ്ട കുറച്ച് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ വൈവയുടെ ചോദിക്കുന്ന സമയത്താണ് ഓടിപ്പോയി അതും ഇതും പോയി എടുത്തോണ്ട് വരുന്നത്. വൈവയ്ക്ക് നിങ്ങൾ റെഡി ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ സൈഡില് എല്ലാം ഉണ്ടായിരിക്കണം. അതായത് വൈവ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാക്ടിക്കൽസ് തന്നിട്ടില്ലേ, അതിനെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും വൈവയുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ റെക്കോർഡ്സ്, നമ്മൾ ചെയ്തിട്ടുള്ള അസൈൻമെന്റ്, നമ്മൾ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ്, ഇതുപോലെ മെറ്റീരിയൽസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത്, പിന്നെ അങ്ങനെ ആ കാര്യങ്ങളൊക്കെയാണ് വൈവ. പിന്നെ ടീച്ചിങ് പ്രാക്ടീസിന് പോയവര് നിങ്ങൾക്ക് ആ പ്രാക്ടീസിന് പോയപ്പോൾ അവിടുത്തെ റിക്വയർമെന്റ് അനുസരിച്ച് പല സാധനങ്ങളും ചാർട്ട് പേപ്പറും ഒക്കെ ഉണ്ടാക്കിയിട്ട് പോയിട്ടുണ്ടാവും. അപ്പൊ അതെല്ലാം അടുത്ത് തന്നെ കീപ്പ് ചെയ്യുക. കാരണം 20 മിനിറ്റ്സ് അത് കഴിയുമ്പോൾ അടുത്ത ആള് വരില്ലേ, അപ്പൊ ഇതൊക്കെ എടുക്കാൻ ഓടി ഓടി പോകുമ്പോഴേക്കും സമയം നമുക്ക് തികഞ്ഞെന്ന് വരില്ല. സോ അതുകൊണ്ട് അങ്ങനെയെല്ലാം അടുത്ത് തന്നെ റെഡിയാക്കി വെച്ചിട്ട് വേണം വൈവയ്ക്ക് ഇരിക്കാൻ. പിന്നെ എന്തെങ്കിലുമൊക്കെ പറയാനിട്ട് പോകാം എന്നുള്ള രീതിയിൽ വൈവയ്ക്ക് ഒരിക്കലും വരരുത്. വൈവ നിങ്ങൾക്കൊരു മോക്ക് ഇന്റർവ്യൂ ആണ്. നിങ്ങളൊരു സ്കൂളില് അല്ലെങ്കിൽ എന്തിനെങ്കിലും ഒരു ജോബ് ഇന്റർവ്യൂവിന് പോകുമ്പോൾ എങ്ങനെ പ്രസന്റ് ചെയ്യണം, ആ ഒരു സീരിയസ്നെസ്സോട് കൂടി തന്നെ വൈവയ്ക്ക് വന്നിരിക്കണം. ചുമ്മാ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകാം. അതിപ്പോ ആൻസേഴ്സ് ഒക്കെ എന്തോ മലയാളത്തിൽ പറയാമോ ആൻസേഴ്സ് ഒക്കെ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ പറയാം. ഇംഗ്ലീഷാണ് ഞാൻ പ്രിഫർ ചെയ്തത്, പക്ഷെ മിക്സഡ് ലാംഗ്വേജിലോ അങ്ങനെ പറയാം. പക്ഷെ നമ്മളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ
അവർ ഇംഗ്ലീഷിൽ ചോദിക്കുവാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ പ്രസന്റ് ചെയ്യേണ്ടവരില്ലേ. അതുകൊണ്ട് ഇംഗ്ലീഷ് ഒരു സൈഡിൽ കൂടെ ഒന്ന് ഇംപ്രൂവ് ചെയ്യുക കമ്മ്യൂണിക്കേഷൻ. ഞാൻ പക്ഷെ കംഫർട്ടബിൾ ആക്കിയിട്ടാണ് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ സംസാരിക്കാന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞത്. പിന്നെ വൈവ പൊതുവെ പുറത്തുനിന്നുള്ള ആൾക്കാരാണ് ചെയ്യുന്നത്. ഞങ്ങളാണ് എന്ന് കരുതി കുഴപ്പമില്ല എന്ന് വെച്ചിട്ട് ആരും ആ ഒരു രീതിയിൽ ഒട്ടും സീരിയസ് ആകാതെ വന്ന് വൈവ അറ്റൻഡ് ചെയ്ത് പോകരുത് കേട്ടോ. കാരണം അങ്ങനെ വന്നു പോയവരും ഉണ്ട്. അതുകൊണ്ടാ പറയുന്നത്. ചിലർ പക്ഷെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ ആ ഒരു വൈവ ആണെന്നുള്ള ആ ഒരു സീരിയസ്നെസ്സോട് കൂടി തന്നെ വന്ന് നല്ലപോലെ പെർഫോം ചെയ്ത് പോയവരും ഉണ്ട്. പെട്ടെന്ന് അത് തീർക്കാം, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മാർക്ക് ലിസ്റ്റ് എന്നൊരു സംഭവം നിങ്ങളുടെ കോഴ്സിന്റെ ഭാഗമാണല്ലോ. എന്തൊക്കെ വന്നാലും മാർക്ക് ഒരു ക്രൈറ്റീരിയ ആണ് ഇൻ സർട്ടൻ കേസസ്. ചിലർ അത് നോക്കില്ലായിരിക്കും ചില ജോലിക്കൊക്കെ പോകുമ്പോൾ. എന്റെ ഒന്നും മാർക്ക് ലിസ്റ്റ് കോപ്പിയോ സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയോ ഒന്നും വാങ്ങിച്ചില്ലായിരുന്നു ഞാൻ മോണ്ടിസോറി സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പൊ ചിലർ അങ്ങനെയാണ്, അവർക്ക് നമ്മുടെ പെർഫോമൻസ് മതി, അവർക്ക് മാർക്കൊന്നും ഇമ്പോർട്ടന്റ്. പക്ഷെ ചില സ്കൂളുകാര് അത് ശ്രദ്ധിക്കും, ഓരോരോ ഏരിയയിൽ എത്ര മാർക്കാണെന്നുള്ളത് നോക്കും. അപ്പൊ വൈവയുടെ മാർക്കും ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഓക്കെ മാം, ഞങ്ങളുടെ വൈവ എന്നത്തേക്കാവും? അത് പറയാം. നിങ്ങളുടെ തിയറി ഒന്ന് കഴിഞ്ഞ മോഡൽ എക്സാം കഴിയാതെ നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ ഫൈൻ. അപ്പൊ ഇത്രയാണ് കാര്യങ്ങള്. നമ്മള് ക്ലാസ്സിലേക്ക് പോവാം. യൂണിറ്റ് 7 ആണ് മോണ്ടിസോറി പ്രിപ്പയർ ചെയ്യുന്നത്. ക്ലാസ്സിൽ പറഞ്ഞു റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് ആദ്യം പറയാന്ന് പറഞ്ഞു. ഏത് റെക്കോർഡ് വരെ നമ്മൾ കഴിഞ്ഞു? 3 റെക്കോർഡ്. അതൊന്ന് ഷെയർ ചെയ്യട്ടെ. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കൂ. വൈവ 1 ടൈം അല്ലേ ഉണ്ടാവുള്ളൂ? അതെ. വൈവയ്ക്ക് ഒന്നുമില്ല. എക്സാം ഒരു പക്ഷെ റീ എക്സാം അങ്ങനെയൊക്കെ നടക്കുമായിരിക്കും. പക്ഷെ വൈവ ആ ഒരു 1 ടൈം അതേ ഉള്ളൂ. ഈ 4ാമത്തെയാണോ ഇനി പറയേണ്ടത്? യെസ് മാം. ഒരു മിനിറ്റ്, ഞാൻ എന്റെ റെക്കോർഡ് എടുക്കട്ടെ കേട്ടോ. ഓക്കെ, ഫസ്റ്റ് പസിൽസ് ആൻഡ് അതർ കിഡ്സ് ആക്ടിവിറ്റി ബുക്ക് അല്ലെ. ഈ ഫിനിഷിംഗ് ടച്ച് ആൻഡ് കളർ. You should paste or draw an incomplete picture of anything like birds, animals, etc. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പടം വരയ്ക്കാം. ഇഷ്ടമുള്ള പടം എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന രീതിയിലുള്ള പടമായിരിക്കണം. സിമ്പിൾ ആയിരിക്കണം, കോംപ്ലിക്കേറ്റഡ് ആക്കി വെക്കരുത്. എന്നിട്ട് അത് ഇൻകംപ്ലീറ്റ് ആയിരിക്കണം. അത് ഫിനിഷ് ചെയ്യുക, കളർ ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു ആക്ടിവിറ്റി വരുന്നത്. ഞാനിവിടെ ഒരു മിക്കി മൗസിന്റെ പോലത്തെ പിക്ചറാണ് വരച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഈ ചെവി ഞാൻ ബോൾഡ് ലൈൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ചെവി ബ്രോക്കൺ ലൈൻസ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ കയ്യിലുള്ള ക്യാൻഡിയോ എന്തോ ഒരു ആ ഒരു ഷുഗർ ക്യാൻഡി പോലത്തെ ഒരു സാധനം, അതും ഞാൻ ഇൻകംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കഴുത്തിലെ ബിബ് പോലത്തെ ഭാഗവും ഇൻകംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കംപ്ലീറ്റ് ചെയ്യേണ്ട പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് കളർ ചെയ്യുക എന്നുള്ളതാണ് ആക്ടിവിറ്റി. ഇനി ഈ ബുക്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് കളിക്കുടുക്ക, മാജിക് പോട്ട് അതുപോലുള്ള ബുക്കുകളാണ്. അതായത് ഇതിലൊന്നും ആൻസേഴ്സ് ഉണ്ടാവില്ല. നമ്മളിത് കംപ്ലീറ്റ് ചെയ്യോ കളർ ചെയ്യോ ഒന്നും ചെയ്യില്ല. ഇതിങ്ങനെ തന്നെയായിരിക്കും ഈ റെക്കോർഡ് എഴുതി പോകുന്നത്. ക്ലിയർ ആയോ?
യെസ് മിസ്. നമ്മൾ പിക്ചർ അതിൽ ഒട്ടിക്കുകയാണ് മാം, അതോ വരയ്ക്കുകയാണോ? വരയ്ക്കോ ചെയ്യാം. ഞാനിപ്പോ ഇവിടെ വരച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വരയ്ക്കാം, അല്ലെങ്കിൽ ഒട്ടിക്കാം. സബ്റ്റിങ് ഒട്ടിക്കുക എന്ന് പറഞ്ഞപ്പോ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള പിക്ചർ നമുക്ക് കിട്ടണമല്ലോ. അല്ലെങ്കിൽ പിക്ചർ വരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് ബാക്കി വരയ്ക്കാൻ വേണ്ട കളറും ചെയ്യണ്ട. അങ്ങനെ ഒരു പിക്ചർ നമ്മൾ കുട്ടികൾക്ക് കളിക്കൊടുക്കാൻ വാങ്ങിക്കുമ്പോ അങ്ങനെയല്ല, അതിനൊന്നും വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല. കംപ്ലീറ്റ് ആ കുട്ടി ഇരുന്നല്ലേ ചെയ്യുന്നേ. പക്ഷെ ഇതിന്റെ മീനിങ് ഈ റെക്കോർഡ് കുട്ടികൾക്ക് ചെയ്യാൻ കൊടുക്കുക എന്നുള്ളതല്ല. ഇത് നമുക്കൊരു റെഫറൻസ് ആണ്. നമ്മൾ സ്കൂളുകളിൽ പോകുമ്പോൾ നമ്മൾ ഈ എഴുതി വെച്ചിരിക്കുന്ന ഈ റെക്കോർഡിലെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പസിൽസ് കുട്ടികൾക്ക് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ അത് വേറെ പേപ്പറിലേക്കോ ചാർട്ട് പേപ്പറിലേക്കോ, ഇപ്പൊ 10 കുട്ടികളുണ്ടെങ്കിൽ 10 പേർക്കും വേണ്ടിയിട്ട് 10 എണ്ണം പ്രിപ്പയർ ചെയ്ത് അങ്ങനെ കൊണ്ടുപോവുക. റെക്കോർഡ് ഒരിക്കലും കുഞ്ഞുങ്ങളുടെ മുമ്പിൽ കൊടുക്കരുത്. അത് നമ്മൾക്കുള്ള റെഫറൻസ് ആണ്. ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് നമുക്ക് കൊണ്ടുപോകാം. വേറെ സെപ്പറേറ്റ് വരച്ചോ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകാം. നെക്സ്റ്റ് വേർഡ് പസിൽ അല്ലേ തന്നിരിക്കുന്നതിൽ. there are 4 animals hidden in the alphabet shown. trace them. അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഞാൻ ചെയ്ത എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ആ 4 അനിമൽസിന്റെ പേര് വരുന്ന രീതിയിൽ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ഒരു ബോക്സിനകത്താക്കി ഇങ്ങനെ എഴുതി. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഏതൊക്കെ. എന്തോ ശരിക്കും മാം വീഡിയോ ഓൺ അല്ലല്ലോ മാം. എന്തോ കേട്ടില്ല ഞാൻ. എന്റെ വീഡിയോ ഓൺ അല്ല എന്നാണോ പറഞ്ഞേ? റെക്കോർഡ് കാണിച്ചതേ കാണാൻ പറ്റില്ല. കണ്ടില്ല. പറഞ്ഞത് ക്ലിയർ ആയില്ലേ? പറഞ്ഞു മാം, കാണിച്ചത് കണ്ടില്ല എന്ന് മാത്രം. ഇത്രയേ ഉള്ളൂ. കുറെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ഒരു ബോക്സിൽ എഴുതി. അപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വൂൾഫ്, ഫോക്സ്, ഓക്സ്, ലയൺ ഇത്രയും അനിമൽസിന്റെ പേര് ഇതിൽ നിന്ന് കിട്ടും. ആ രീതിയിലാണ് ആൽഫബറ്റ്സ് എഴുതി വെച്ചിരിക്കുന്നത്. അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോ അങ്ങനെ വൂൾഫ്, ഫോക്സ്, ലയൺ എന്ന് കിട്ടണമെങ്കിൽ അടുത്തടുത്തായിരിക്കണം ആ ലെറ്റേഴ്സ് വരേണ്ടത്. ഞാൻ കാണിക്കുന്നത് എനിക്ക് കാണാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് നോക്കിയാലായിട്ട് കാണാൻ പറ്റും അതിനകത്ത് വൂൾഫ്, ഫോക്സ്, ലയൺ. മാം അതുപോലെ തന്നെ വേണം എഴുതിയാൽ മതി. ഏകദേശം എത്ര വേണം? ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 4 animals hidden in the alphabet shown. trace them എന്നാണ് ഞാൻ എഴുതിയേക്കുന്നത്. അപ്പൊ ഞാൻ അതിനനുസരിച്ച് ആൽഫബറ്റ്സ് എഴുതി 4 animals എനിക്ക് അതിൽ നിന്ന് കിട്ടി. വൂൾഫ്, ഫോക്സ്, ഓക്സ്, ലയൺ അങ്ങനെ 4 animals കിട്ടി. ആ രീതിയിൽ എഴുതണം വേർഡ് പസിൽ. ഇത് തന്നെ നിങ്ങൾ കോപ്പി ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഇതുപോലെ നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ട് കണ്ടുപിടിക്കണം. നമ്മളുടേതായ രീതിയിൽ ചെയ്യുമ്പോഴേക്കും നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കില്ലേ? ഒരാൾ ചെയ്തത് അങ്ങനെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഓർമ്മ പോലും ഉണ്ടാവില്ല എന്താ ചെയ്തു വെച്ചത്. അതാണ് പലർക്കും വൈവയ്ക്ക് സംഭവിക്കുന്നത്. തന്നെ ചെയ്ത കാര്യങ്ങൾ ചെയ്തവര് വന്നവര് വളരെ കോൺഫിഡന്റ് ആയിട്ട് പ്രസന്റ് ചെയ്തിട്ട് പോയി. തന്നെ ചെയ്യാതെ കോപ്പി പേസ്റ്റ് ചെയ്തവരും ശരിക്കും സ്ട്രഗിൾ ചെയ്തു. സോ പ്ലീസ്, കാരണം നമ്മൾ തന്നെ ക്രിയേറ്റീവ് ആയിട്ട് നമ്മൾ ആലോചിച്ച് ചെയ്താൽ മാത്രമാണ് നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികളെ കൊണ്ട് നമുക്കത് ചെയ്യിക്കാനുള്ള യോഗ്യത ഉണ്ടാവുള്ളൂ. നമ്മൾ ഇതൊന്നും ചെയ്യാതെ എങ്ങനെയാ നമ്മൾ നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികളോട് നീ ചെയ്യുന്ന പറയാൻ പറ്റും? നമ്മുടെ മക്കളോട് എങ്ങനെ പറയും? നമ്മൾ ചെയ്തിട്ടില്ല, ഹോംവർക്കുകൾ ചെയ്തിട്ടില്ല, ആക്ടിവിറ്റീസ് ചെയ്തിട്ടില്ല, ശരിയായ രീതിയിൽ പഠിച്ചിട്ടില്ല. സോ നമ്മുടെ മക്കളോട് ഇരുന്ന് പഠിക്കുന്ന പറയാൻ എന്ത് യോഗ്യതയാണ് നമുക്ക് ഉണ്ടാവുക? സോ അതുപോലെ അത് ആലോചിക്കണം നമ്മൾ. കാരണം നമ്മുടെ ജോബ് അതാണ്, ഡിവൈൻ ജോബ്. ഓക്കെ, മിസ് അങ്ങനത്തെ ഒരു ബോക്സ് മതിയാവോ? ഒരു ബോക്സിൽ ഇങ്ങനെ അത്രയും എഴുതിക്കോളൂ, ഒരു പ്രശ്നവുമില്ല. ഞാൻ ഒരെണ്ണേ എഴുതിയുള്ളൂ. ഓക്കെ, എത്ര അതുപോലെ കുറെ വേർഡ് പസിൽസ് ഉണ്ടാക്കാൻ 5 എണ്ണം ചെയ്യണോ? 5 എണ്ണം ചെയ്യാം. അങ്ങനെ എത്ര വേണമെങ്കിലും ചെയ്തോളൂ, ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ ഇനി 4 അനിമൽസിനെ ഓരോരോ ബോക്സ് സെപ്പറേറ്റ് കണ്ടുപിടിക്കണോ? അങ്ങനെയും ചെയ്യാം. ഓരോ അനിമലും ഓരോ ബോക്സിൽ ഹിഡൻ, അതിന്റെ പേരുണ്ട് എന്നുള്ള രീതിയിൽ 4 ബോക്സ് ആയിട്ട് ചെയ്യണോ? എന്ന് ചെയ്യാം. മാം, ഈ വവൽസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ലേ? ആൽഫാബറ്റ്സ് അല്ലാണ്ട് AEIOU വവൽസ് വെച്ചിട്ട് നമുക്ക് ഹിഡൻ ആക്കി ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലേ? ആൽഫബറ്റ്സ് കണ്ടുപിടിക്കാന്നാണോ ഉദ്ദേശിച്ചേ? ആൽഫാബറ്റ്സ് അങ്ങനെ കണ്ടുപിടിച്ച്
അങ്ങനെ എഴുതിക്കോളും. ഞാനിപ്പം നിങ്ങൾക്ക് ഒരു ഫോമാറ്റ് തന്നേ ഉള്ളൂ. അതിലൊരു വേർഡ് പസിൽ ഇതായിരുന്നു അനിമൽസിനെ കണ്ടുപിടിക്കുക. ഇനി അനിമൽസിനെ നിങ്ങൾക്ക് താല്പര്യമില്ല, വവൽസ് ആക്കണമെങ്കിൽ വവൽസ് ആക്കിക്കോളൂ. ഈ അനിമൽസ് അല്ല, ബേർഡ്സ് ആണ് എനിക്ക് ചെയ്യാൻ ഇഷ്ടം വേർഡ് പസിൽ. അപ്പൊ ബേർഡ്സ് ആക്കിക്കോ. നിങ്ങൾക്ക് ഇംപ്രവൈസ് ചെയ്യാം, പക്ഷെ ആക്ടിവിറ്റി റിലേറ്റഡ് എന്തെങ്കിലും കണക്ട് ചെയ്ത് എന്തെങ്കിലും വരണമെന്നേ ഉള്ളൂ. ഓക്കെ, അടുത്തത് കുറെ പിക്ചേഴ്സ് വന്നിട്ടുണ്ട് ഇതുപോലെ കണ്ടോ. ഈ പിക്ചേഴ്സിന്റെ നെയിംസ് ഇപ്പോഴത്തെ ഒരു ക്രോസ് വേർഡ് പസിൽ, ക്രോസ് വേർഡ് അല്ല, ഇതുപോലുള്ള ഒരു ബോക്സിൽ ഇതിന്റെ നെയിംസ് കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചർ നോക്കിയിട്ട് ആ ഓരോന്നിന്റെ നെയിംസ് റൗണ്ട് ചെയ്ത് പോവാന്നുള്ളതാണ് ഈ ആക്ടിവിറ്റി. ക്ലിയർ ആയോ? കാണിക്കുന്നത് കാണുന്നില്ല. ബാക്കിയുള്ളവർ കാണുന്നുണ്ടല്ലോ. റെനീഷ് എന്തുകൊണ്ടാ കാണാത്തെ? അറിയില്ല മിസ്സേ. പിന്നെ ഇതിനകത്ത് എന്താ വെച്ചാൽ നമുക്ക് പലപ്പോഴും നമ്മൾ കാണാം കളിക്കുടുക്കയില് ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ 1 or 2 സർക്കിൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു രീതിയിൽ ഞാൻ ഇതിനകത്ത് എൻ്റെ ജിറാഫ് ഉണ്ട്, അതുപോലെ തന്നെ കാങ്ക്രൂ ഉണ്ട്. അപ്പൊ ജിറാഫിനെയും കാങ്ക്രൂനെയും ഞാൻ സർക്കിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ കാണിക്കുന്നത് എനിക്ക് കാണാൻ പറ്റുന്നില്ല. ലൈക്ക് മിസ്സിനെ മാത്രം സൂം ചെയ്തൊന്ന് കാണിച്ചു. എങ്ങനെ? മിസ്സിനെ മാത്രം ഒന്ന് ഓൺ സ്ക്രീനിൽ സൂം ചെയ്ത് കാണിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കാണാൻ പറ്റും. എന്നെ പിൻ ചെയ്തിട്ടുണ്ടല്ലോ. അതെ മാം, ഞാൻ മാമിനെ ഫുൾ സ്ക്രീൻ ആക്കി. എനിക്ക് നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ എനിക്ക് ഞാൻ റെനീഷ തന്നെ ചെയ്യണം. അതെ, ആരാ ചോദിച്ചാൽ അവര് തന്നെ ചെയ്യണം. നമ്മളുടെ മൊബൈൽ അല്ലെങ്കിൽ ലാപ്ടോപ്പില് ചേഞ്ചസ് വരുത്താൻ നമുക്കല്ലേ പറ്റുള്ളൂ. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ആ പിക്ചേഴ്സ് എല്ലാം ഒട്ടിച്ചല്ല മാം, അപ്പൊ ആ പിക്ചേഴ്സിലുള്ള എല്ലാ പേരുകളും ആ ഇതിൽ വന്ന നിർബന്ധമുണ്ടോ? ഉണ്ട്. ഓക്കെ മാം. എത്ര പിക്ചേഴ്സ് വേണമെങ്കിലും ഒട്ടിക്കാം? എത്ര പിക്ചേഴ്സ് വേണമെങ്കിൽ ഒട്ടിക്കാം. അതിനനുസരിച്ച് ഈ കോളംസ് റെഡി ആക്കണമെന്നേ ഉള്ളൂ. ഞാൻ ആദ്യം കുറെ വരച്ച് വന്നപ്പോ എക്സ്ട്രാ ഒരെണ്ണം വന്നു. പിന്നെ ഞാനത് അതിനകത്ത് ഫില്ല് ചെയ്യേണ്ട വന്നില്ല. പിന്നെ ഞാനത് വൈറ്റ്നർ കൊണ്ട് അത് മാറ്റി. എക്സ്ട്രാ ഒരു കോളം കൂടെ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. അതിനനുസരിച്ച് അതിങ്ങനെ നമ്മള് വേർഡ്സ് ഒക്കെ എഴുതി വെക്കും. നെക്സ്റ്റ് കലണ്ടർ. ഡൗട്ട് കൂടെ ചോദിച്ചോട്ടെ? അപ്പൊ ഇപ്പം ക്യാറ്റും കവും ഉണ്ടെന്ന് വിചാരിച്ചാൽ നമ്മൾ ഒട്ടിക്കണം. അപ്പൊ നമുക്ക് ലെറ്റേഴ്സ് എത്ര വേണേലും വരാലോ? അപ്പൊ 2 C അങ്ങനെ വരാലോ? കുഴപ്പമില്ലല്ലോ? വരാം. അത് എക്രോസും ആക്കാം, ഡൗണും ആക്കാം. നമ്മുടെ ക്രോസ് വേർഡ് പസിൽസ് ഉണ്ടാകാറില്ലേ, ആ രീതിയിൽ എക്രോസും ഡൗൺ എന്നുള്ള രീതിയിൽ ക്യാറ്റ് CAT ഇങ്ങനെ COW ഒക്കെ ആവും. ആ രീതിയിലൊക്കെ അറേഞ്ച് ചെയ്യാം. അനിമൽസിന്റെ തന്നെ വേണമെന്നുണ്ടോ മാം? ഫ്ലവേഴ്സ് അങ്ങനെയൊക്കെ ചൂസ് ചെയ്യാമോ നമുക്ക്? ഞാനിപ്പോ അനിമൽസ് എടുത്തിട്ടുണ്ട്, എഗ് എടുത്തിട്ടുണ്ട്, ആപ്പിൾ എടുത്തിട്ടുണ്ട്, കൈറ്റ്, കീ, ബോൾ, ടാപ്പ്, ലാം, ഐസ്, ഇതിനകത്തെല്ലാം വന്നിട്ടുണ്ട്. അനിമൽസ്, ബേർഡ്സ്, അങ്ങനെ എല്ലാം കുട്ടികൾക്ക് ഫെമിലർ ആകുന്ന കാര്യങ്ങളെന്ന് മാത്രം. ഭയങ്കര അവർ കേൾക്കാത്ത കാണാത്ത അങ്ങനത്തെ അതൊന്നും വേണ്ട. അവര് എപ്പോഴും ചുറ്റുപാടും കാണുന്നത് അങ്ങനെ അവർക്ക് മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ആവുമ്പോൾ അവർക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. കാരണം പിക്ചർ നോക്കുമ്പോൾ അവർക്ക് അറിയണം ഇത് എഗ് ആണ് അല്ലെങ്കിൽ ഇത് പാരറ്റ് ആണ്, ടൈഗർ ആണെന്ന് അറിഞ്ഞിട്ട് വേണം അവരിത് പോയിട്ട് കണ്ടുപിടിക്കാനായിട്ട്. അതായത് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങി റീഡിങ് റൈറ്റിംഗ് പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾക്കാണ് ഇത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ് കലണ്ടർ ഫോം ചെയ്യുക എന്നുള്ളതാണ്. മേക്ക് എ ബ്യൂട്ടിഫുൾ കലണ്ടർ ടു ക്രിയേറ്റ് അവയർനെസ് അബൌട്ട് ചൈൽഡ് ലേബർ ആൻഡ് ചൈൽഡ് ബേക്കിംഗ്. അപ്പൊ ഞാനത് നെക്സ്റ്റ് പേജില് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ആ ക്വസ്റ്റ്യൻ പോലെ ആക്ടിവിറ്റി ഇവിടെ എഴുതിയതിനു ശേഷം നമുക്ക് കലണ്ടർ എന്ന് പറയുമ്പോൾ 12 months വേണം അല്ലെ? ജനുവരി തുടങ്ങിയിട്ട് ഡിസംബർ വരെ നമുക്ക് വേണം. അപ്പൊ ഇപ്പം നമ്മളുടെ 2025 സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് 2025 കലണ്ടർ തന്നെ ചെയ്യാം. അപ്പൊ കലണ്ടർ ചെയ്യുമ്പോൾ കറക്റ്റ് സൺഡേ മൺഡേ വരുന്ന ആ ഒരു ഡേറ്റ് എല്ലാം കറക്റ്റ് ആയിരിക്കണം. എന്തെങ്കിലും വെറുതെ 1 2 3 എന്ന് പറഞ്ഞ് എഴുതി പോരുത്. കറക്റ്റ് നമ്മളുടെ 2025 കലണ്ടർ ഡേറ്റ് പോലെ തന്നെ ഡേയും ഡേറ്റും വരണം. പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ചൈൽഡ് ലേബർ അതുപോലെ തന്നെ ചൈൽഡ് ബേക്കിംഗ് അതിനെ കുറിച്ചുള്ള അവയർനെസ്സും കൂടെ അത് ആ രീതിയിൽ കലണ്ടർ ചെയ്യണം എന്നാണ്. അതായത് ഓരോ മന്തിലും ഓരോ കോട്ട് ഉണ്ടായിരിക്കണം റിലേറ്റഡ് വിത്ത് ചൈൽഡ് ലേബർ അല്ലെങ്കിൽ ചൈൽഡ് ബേക്കിംഗ്,
ചൈൽഡ് എഡ്യൂക്കേഷൻ, അങ്ങനെയൊക്കെ നല്ലൊരു മെസ്സേജ് തരുന്ന രീതിയിലുള്ള കോട്ടായിരിക്കണം ഓരോ കലണ്ടറിലും. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ആ കലണ്ടർ ബ്യൂട്ടിഫുൾ ആക്കാം. ഞാൻ ഈ പേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ജാനുവരി ഈ പേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ ക്വസ്റ്റ്യൻ എഴുതി, പേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ കലണ്ടർ നമ്മൾ ചെയ്യില്ലേ, എന്നിട്ട് ഈ ഒരു ഭാഗത്ത് ആ പോർഷനിൽ ഒരു കോട്ട് എഴുതി, സേ നോ ടു ചൈൽഡ് ലേബർ ആൻഡ് സേ യെസ് ടു ചൈൽഡ് എഡ്യൂക്കേഷൻ. ഈ രീതിയിലായിരുന്നു കലണ്ടർ. പിന്നെ എന്താ സൺഡേസ് ഹോളിഡേസ് ഒക്കെ വരുന്നത് നിങ്ങൾക്ക് ഞാനിപ്പോ പിങ്ക് ഇങ്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഗ്ലിറ്ററിങ് പോലത്തെ ഇങ്കാണ് ഞാൻ യൂസ് ചെയ്തത്. ഒക്കെ റെഡ് വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും വേറെ കളർ വെച്ചിട്ടൊക്കെ മാർക്ക് ചെയ്യുക. അപ്പൊ ആരൊക്കെ ചോദിച്ചു മലയാളം ഡേറ്റും കൂടെ വെച്ചോട്ടെ, പിന്നെ കാരണം നമ്മളുടെ കലണ്ടറിൽ കാണാലോ, പിന്നെ അറബ് ആ ഒരു ഇത് വരുന്ന ആ ഡേറ്റും കൂടെ വെച്ചോട്ടെ എന്നൊക്കെ ചോദിച്ചു. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ബട്ട് കലണ്ടർ ഓരോ മന്തും സ്പെസിഫിക് ആയിട്ട് ഡേറ്റ് ആൻഡ് ടൈം കാണിക്കണം. അത് കൂടാതെ ഒരു കോട്ടും വേണം. നെക്സ്റ്റ് ഫെബ്രുവരി മാർച്ച് അടുത്ത 2 പേജിലാണ്. അപ്പൊ ലെഫ്റ്റും റൈറ്റും യൂസ് ചെയ്തു കേട്ടോ. കലണ്ടർ ചെയ്യാനായിട്ട് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും യൂസ് ചെയ്തു. ഞാൻ 2017 കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. സോ ഞാൻ ആ ഒരു ഇയറിലെ കലണ്ടർ ആയിരുന്നു ചെയ്തത്. ഏപ്രിൽ മെയ് അങ്ങനെ ലാസ്റ്റ് വന്നപ്പോ എന്റെ ഡിസംബർ എന്നുള്ളത് ഈ പേജിലാണ്, ലെഫ്റ്റ് സൈഡ് പേജിലാണ് തീർന്നത്. ഡിസംബർ മന്ത് തീർന്നത് ഇവിടെയായിരുന്നു. അപ്പൊ നമുക്ക് പുതിയ ആക്ടിവിറ്റി ഇവിടെ ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം ഈ ഒരു പേജ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ഒരു പേജില് മറിയ മോണ്ടിസോറിയുടെ ഒരു എല്ലാം കുട്ടികളുടെ റിലേറ്റ് ചെയ്തിട്ടുള്ള കോട്ട്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഒരു കോട്ട് എഴുതി അതങ്ങ് ഫിനിഷ് ചെയ്തു. അങ്ങനെ എഴുതണം എന്നില്ലായിരുന്നു, പക്ഷെ എന്റേത് ഇപ്പൊ റൈറ്റിലാ തീർന്നിരുന്നെങ്കിൽ അങ്ങനെ നിന്നേനെ. പക്ഷെ എനിക്ക് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കലണ്ടർ തീർന്നത്. നിങ്ങളും മറ്റേ രീതിയിൽ തന്നെ ചെയ്യുമ്പോൾ അങ്ങനെ വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പുറത്തെ സൈഡിൽ മറിയ മോണ്ടിസോറിയുടെ ഒരു കോട്ട് എഴുതിയിട്ട് അതങ്ങ് ഫിനിഷ് ചെയ്തു. ക്ലിയർ ആയോ കലണ്ടർ? ഓക്കെ. നെക്സ്റ്റ് ഏതെങ്കിലും ഒരു പിക്ചർ എടുക്കുക, അതിനെ 3 or 4 പീസസ് ആയിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് അവിടെ എവിടെയായിട്ട് ഒട്ടിച്ചു വെക്കുക. ആക്ടിവിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുക. ഞാനൊരു എലിഫന്റിന്റെ പിക്ചർ ആയിരുന്നു, 4 പീസായിട്ട് കട്ട് ചെയ്തു, അവിടെ എവിടെയായിട്ട് ഒട്ടിച്ചു. അതിനെ എടുത്ത് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്, കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് ആക്ടിവിറ്റി. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? യെസ് മാം. മാം ഒന്നുകൂടി പറയോ? അതായത് നമുക്ക് ഏതെങ്കിലും ഒരു പിക്ചർ എടുക്കുക, അതിനെ 3 or 4 or 5 എത്രയാന്ന് വെച്ചാൽ പീസസ് ആയിട്ട് പിക്ചറിന്റെ വലിപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് അതിനെ തിരിച്ച് ജോയിൻ ചെയ്യാന്നുള്ളതാണ് ആക്ടിവിറ്റി. കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുക. ആനയുടെ ഞാൻ ആ വാലിന്റെ പോർഷൻ, കാലിന്റെ പോർഷൻ, ട്രങ്ക്, ആ ഒരു തുമ്പിക്കൈയുടെ പോർഷൻ, തലയുടെ പോർഷൻ, ആ രീതിയിൽ 4 പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ആ പിക്ചറിനെ അവിടെ എവിടെയായിട്ട് ഒട്ടിച്ചത്. ഇതിനെ എടുത്ത് കറക്റ്റ് ജോയിൻ ചെയ്യാന്നുള്ളതാണ് ആക്ടിവിറ്റി. ഓക്കെ, ക്ലിയർ ആയോ? നമ്മളിപ്പോ കട്ട് ചെയ്ത് മാത്രം അതിൽ പേസ്റ്റ് ചെയ്താൽ മതിയോ? പിന്നെ ജോയിൻ ചെയ്തൊന്നും ചെയ്യണോ? അത് വേണ്ട. ആക്ടിവിറ്റി ഒന്നും നമ്മൾ കംപ്ലീറ്റ് ചെയ്യണ്ട. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കളിക്കുടുക്ക വാങ്ങുമ്പോ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ ആയിരിക്കണം നമ്മളുടെ റെക്കോർഡ്. ഒന്നും അതിനകത്ത് ആൻസർ ചെയ്തിട്ടുണ്ടാവരുത്. മിസ്സേ, അപ്പൊ അതുപോലെ വേർഡ് പസിലൊക്കെ ആണെങ്കിലും നമ്മള് ക്ലോസ് ചെയ്ത് വെക്കണ്ടല്ലോ? വേണ്ട. പിന്നെ ചില സമയത്ത് ചില പസിൽസിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ടാവും നമുക്കൊരു റെഫറൻസിന് വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഒരെണ്ണമൊക്കെ വേണമെങ്കിൽ റൗണ്ട് ചെയ്തത്, അപ്പൊ മനസ്സിലാവുമല്ലോ എങ്ങനെയാ ഇത് ചെയ്യേണ്ടതെന്നുള്ളത്. മനസ്സിലാകാൻ വേണ്ടി ഒരെണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ള രീതിയിൽ പറയുമ്പോഴേ. നെക്സ്റ്റ് നമുക്കൊരു 5 പിക്ചേഴ്സ് ആണ് ഉള്ളത്. അതിൽ ഏറ്റവും ടോപ്പിൽ ഒരു പിക്ചർ ഉണ്ട്. ആ പിക്ചറിന്റെ കോപ്പി പോലെ ആയിരിക്കും ബാക്കി താഴെയുള്ള 4 എണ്ണം. പക്ഷെ എന്നിരുന്ന ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഒരുപോലെ തോന്നും, പക്ഷെ എന്തൊക്കെയോ ഡിഫറൻസസ് ഉണ്ട് തമ്മിൽ. ആദ്യത്തെ പിക്ചറുമായിട്ട് ഫസ്റ്റ് 1 റെഫറൻസ് ആക്കി വെച്ചിട്ട് ബാക്കി 4 നോക്കുമ്പോൾ ഓരോന്നിനും ഓരോ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഞാനൊരു റാബിറ്റിനെ പോലത്തെ തന്നെയാണ് ഇത് വരയ്ക്കുക കേട്ടോ ചെയ്തത്. ഏറ്റവും മുകളിൽ ഏന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ പിക്ചറാണ് നമ്മുടെ റെഫറൻസ്. താഴെ 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് 4 എണ്ണം വരച്ചിട്ടുണ്ട്. ഈ 4ഉം മുകളിലത്തിന്റെ കോപ്പി പോലെ ഇരിക്കും, പക്ഷേ ചെറിയ ചെറിയ ഡിഫറൻസസ് 4നും മുകളിലത്തുള്ളതിനായിട്ട് ഉണ്ട്. ഒന്ന് ചെവിയിലുണ്ടാകാം, വാലിലുണ്ട്, പിന്നെ മീശ പോലത്തെ ഭാഗത്തുണ്ട്, അങ്ങനെ 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 ഡിഫറൻസുകൾ ഉണ്ട്. അപ്പൊ ഇച്ചിരി വ്യത്യാസപ്പെടുത്തിയിട്ട് ഫീച്ചേഴ്സ് എല്ലാം കുറച്ചൊന്ന് ഡിഫറെന്റ് ആക്കി വരച്ചു വെച്ചു.
മിസ് ഇത് എന്തും കൊണ്ടാ വരച്ചേ? പെൻസിൽ കൊണ്ടാണോ? അതെ, ആ ഓക്കെ. ഞാൻ ട്രേസ് ചെയ്തതാ. ട്രേസ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ പെൻസിൽ വെച്ച് വരച്ചു. കാർബൺ പേപ്പർ. മാം ആ പടം ഒറിജിനൽ പറഞ്ഞ മുകളിൽ വരച്ചിട്ടില്ലേ ആ. റെഫറൻസ് വേണ്ടി? അപ്പൊ അതിന്റെ അടിയില് 1 2 3 4 എന്ന് പറഞ്ഞ് വരച്ചേക്കണേല് ഏതെങ്കിലും സെയിം ആയിട്ടുള്ളത് വേണ്ടേ? അങ്ങനെയാണോ അത് ഉദ്ദേശിച്ചത്? ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ ഫോളോയിങ് പിക്ചേഴ്സ് 1 2 3 4 ആർ ദ കോപ്പീസ് ഓഫ് എ, ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസസ്. ആ 4 ഡിഫറെന്റ് ആണ്, മറ്റേതുമായിട്ട് മൈന്യൂട്ട് ഡിഫറൻസ് ആണ്. ഇവരുടെ കോൺസെൻട്രേഷൻ, ഒബ്സർവേഷൻ പവർ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ മാം. ഓക്കെ. ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ അവരിങ്ങനെ സൂക്ഷിച്ച് നോക്കി 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 അത് ചെയ്തോളൂ. ചിലപ്പോ കാലില് വ്യത്യാസം ഉണ്ടാവും, വാലില് ചെറിയ ഇതിനകത്ത് വരച്ചിരിക്കുന്ന ഒരു റാബിറ്റിന് വാലില്ല, ഒരു റാബിറ്റിന് മീശയിൽ 3 പകരം ഒരു രോമേ ഉള്ളൂ, പിന്നെ ഒരെണ്ണത്തിന്റെ വാല് നല്ല ഉരുണ്ടിരിക്കുന്നു, ഒരെണ്ണത്തിന്റെ വാല് ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നു, അങ്ങനെ ചെവി ഒന്ന് ഇങ്ങനെ കൂർപ്പിച്ചിരിക്കുന്നു, ഒരെണ്ണം വലുപ്പമുള്ളത്, അങ്ങനെ 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 കുറച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. വായില് ചില പ്രശ്നം, കണ്ണ് വരച്ചിരിക്കുന്നതില് ഡിഫറൻസ് ഉണ്ട്, അങ്ങനെ അങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫറൻസ് വെച്ചിട്ട് വരും. ഒരെണ്ണം ഇങ്ങോട്ടേക്ക് തിരിച്ചു വരയ്ക്കാൻ പാടില്ല അപ്പൊ നമുക്ക് ഡിഫറൻസിന് വേണ്ടിയോ? എല്ലാം ഒരേക്കല്ലേ തിരിഞ്ഞിരിക്കണത്? വേണമെങ്കിൽ ഒരെണ്ണം വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ച് ഒരു പിക്ചറും വരയ്ക്കാൻ പാടില്ല, അങ്ങനെ വരയ്ക്കാൻ പാടില്ലേ? ഓക്കെ, വരയ്ക്കാം. ഇത് തന്നെ വരച്ചു വെക്കണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വരയ്ക്കാം. ഇപ്പൊ അനിമൽ തന്നെ ആവണമെന്നില്ല, ഫ്ലവർ വരയ്ക്കണോ, ലീഫ് വരയ്ക്കണമെങ്കിൽ ലീഫ് വരയ്ക്കാം. അടുത്തതൊരു പിക്ചർ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കും, എന്നിട്ട് അവരോടൊരു കഥ എഴുതാൻ പറയുവാണ്. അപ്പൊ ഇതൊക്കെ കൊടുക്കേണ്ടത് ഓരോ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കുട്ടികൾക്കാട്ടോ, എഴുതാനും വായിക്കാനും ഒക്കെ ആയി പ്രാക്ടീസ് ആയ കുട്ടികൾക്കാണ് അത് കൊടുക്കുന്നത്. ഞാൻ കൊടുത്ത പിക്ചർ ഇതായിരുന്നു. പിക്ചറിൽ കുറച്ച് ക്യാരക്ടേഴ്സും കുറച്ച് കാര്യങ്ങളും പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ പെട്ടെന്ന് കുറെ അതനുസരിച്ച് കഥ എഴുതും. പിക്ചറിൽ കാര്യമായി ഒന്നുമില്ലെങ്കിൽ കഥ അവരെ കൊണ്ട് എഴുതിക്കുക ഇച്ചിരി ടഫായിരിക്കും. ഇതിലൊരു സ്ക്യൂറൽ ഉണ്ട്, ബേർഡ് ഉണ്ട്, പിന്നെ നിറയെ ഫ്രൂട്ട്സ് ഉള്ള ഒരു മരമുണ്ട്, ഒരു കുട്ടി നിൽക്കുന്നുണ്ട്, സൺ ഉണ്ട്, ക്ലൗഡ് ഉണ്ട്. അപ്പൊ അങ്ങനെ പിക്ചർ കാണിച്ചിട്ട് സ്റ്റോറി എഴുതുക എന്നുള്ളത്. നെക്സ്റ്റ് റിവേഴ്സ് കളറിംഗ് ആണ്. റിവേഴ്സ് കളറിംഗില് ഒരു ബട്ടർഫ്ലൈ ആണ് ഞാൻ വരച്ചിരിക്കുന്നത്. അതിൽ വൈറ്റ് പോർഷൻസ് കാണുന്നത് കളർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ കുട്ടി സറൗണ്ടിങ്സിൽ ഒറിജിനൽ ബട്ടർഫ്ലൈയെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് അറിയാം ബട്ടർഫ്ലൈയുടെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും, ആ വിങ്സിന്റെ ലെഫ്റ്റ് വിങ്ങും റൈറ്റ് വിങ്ങും ഐഡന്റിക്കൽ ആയിട്ടായിരിക്കും, സിമിലർ ആയിട്ടായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് കളർ ചെയ്യും. അല്ലെങ്കിൽ അവന് ഇഷ്ടമുള്ള പോലെ അവിടെ ഇവിടെ എന്തെങ്കിലും കളർ കൊടുക്കുമായിരിക്കും, അതൊന്നും പ്രശ്നമില്ല. റിവേഴ്സ് കളറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് പാർട്ട് മാത്രം നല്ല ബ്രൈറ്റ് കളേഴ്സ് വെച്ച് കളർ ചെയ്യുക, ബ്ലാക്ക് പാർട്ടിലേക്ക് ഒന്നും ചെയ്യണ്ട. ബട്ടർഫ്ലൈ തന്നെ വരയ്ക്കണമെന്നില്ല, എന്തും വരയ്ക്കാട്ടോ. പിന്നെ പിക്ചേഴ്സ് വരയ്ക്കാനുള്ള ഈസി മെത്തേഡ്. ഒരു പിക്ചർ ഇവിടെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് 6 സ്റ്റെപ്സിലൂടെയാണ്. കണ്ടോ, പെൻസിൽ കൊണ്ടാണ് വരച്ചത്, അപ്പൊ ആ ഒരു ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. ഫസ്റ്റ് അതിന്റെ റൗണ്ട് വരച്ചു, പിന്നെ ചെവി വരച്ചു, കണ്ണ് വരച്ചു, വായ വരച്ചു, പിന്നെ കൈയുടെ ഭാഗം, ബോഡിയുടെ ഭാഗം, കാലാക്കി, അങ്ങനെ അങ്ങനെ ആ പിക്ചർ കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾക്കത് ഏത് പിക്ചർ വേണമെങ്കിലും എടുക്കാട്ടോ, ഇതുപോലത്തെ തന്നെ വേണമെന്നില്ല. അപ്പൊ എങ്ങനെയാണ് ഈസി ആയിട്ട് പിക്ചേഴ്സ് വരയ്ക്കുക എന്നുള്ളത് ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ചിലപ്പോ 3 സ്റ്റെപ്പ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന പിക്ചർ ഉണ്ടായിരിക്കാം, 4 സ്റ്റെപ്പോ 5 സ്റ്റെപ്പോ അങ്ങനെ. ഞാനിപ്പോ ഇവിടെ 6 സ്റ്റെപ്സ് എടുത്തിട്ടാണ്, 6ാമത്തെ സ്റ്റെപ്പിലാണ് പിക്ചർ കംപ്ലീറ്റ് ആയത്. ഫസ്റ്റ് ഫേസിന്റെ ഭാഗം, പിന്നെ ചെവി വരച്ചു, കണ്ണ്, വായ, പിന്നെ കൈ വരച്ചു, ബോഡി വരച്ചു, അങ്ങനെ 2 കാലും ഒക്കെ കൂടെ ആയപ്പോഴേക്കും പിക്ചർ കംപ്ലീറ്റ് ആയി. ഇവിടെ ഒരു ബോക്സിൽ ഒരു പിക്ചർ വരച്ചിട്ടുണ്ട്, ഒരു ഗിഫ്റ്റ് ബോക്സ് പോലെ. അതുപോലെ തന്നെ അപ്പുറത്ത് ഒരു ബോക്സ് ബ്ലാങ്ക് ആയിട്ട് ഇട്ടിട്ടുണ്ട്. സെയിം പിക്ചർ ആ ബോക്സിലേക്ക് വരയ്ക്കുക. ക്ലിയർ ആയോ? Look at the picture and draw the same. നെക്സ്റ്റ് ചുമ്മാ ഒരു പിക്ചർ ക്രയോൺസ് യൂസ് ചെയ്തിട്ട് കളർ ചെയ്യുക, അത്രയേ ഉള്ളൂ.
നമുക്ക് ഇഷ്ടമുള്ളത് വരയ്ക്കാം. ഫ്ലവർ വരയ്ക്കണോ, ഫ്ലവർ വരയ്ക്കാം. നെക്സ്റ്റ് ഫൈൻഡ് ഓഡ് വൺ. ചേരാത്തത് കണ്ടുപിടിക്കാന്നില്ലേ. 4 ഐറ്റംസ് വെച്ചിട്ടുണ്ട്. ഒരു ബക്കറ്റ് പോലെ, ടവൽ, ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, അതിന്റെ കൂടെ ഒരു നോട്ട്ബുക്കും. അപ്പൊ കുട്ടികളെ നോക്കുമ്പോഴേക്കും അവർക്ക് ഓഡ് വൺ ആയിട്ട് ഫീൽ ചെയ്യുന്നത് അവർ കണ്ടുപിടിക്കും. ഇത് എങ്ങനെ രീതിയിലും ചെയ്യാം. ഈ ക്ലാസ് റൂമിലെ സാധനങ്ങൾ വെച്ചിട്ട് എന്താ പറയാ, ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരെണ്ണം വെച്ച് അങ്ങനെ ഓടാക്കാം. അങ്ങനെ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ആൽഫബറ്റ്സ്, നമുക്ക് സ്റ്റെൻസിൽ പോലെ ആൽഫബറ്റ്സ് വാങ്ങാൻ കിട്ടില്ലേ, അത് വെച്ച് വരയ്ക്കുക, എന്നിട്ട് കളർ ചെയ്യുക. മാം അതൊന്ന് സ്ക്രോൾ ചെയ്യോ? നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ ഇട്ട് തന്നിട്ടില്ലേ? ആൽഫബറ്റ്സും ഡിജിറ്റ്സും വേണം കേട്ടോ. നമ്മളത് കളർ ചെയ്യണ്ടല്ലോ, വെറുതെ വരച്ചാ പോരെ? മതി. ഇതൊന്നും നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതല്ല. അതൊക്കെ കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസ് ആണ്. നമുക്കിതൊരു റെഫറൻസ് മാത്രം. അതായത് ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ നമ്മൾക്ക് പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റെക്കോർഡ് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത്. ഒന്നും അറിയാതെ നമ്മളൊരു ടീച്ചിങ് പ്രാക്ടീസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി കിട്ടി ക്ലാസ് എടുക്കാനായിട്ട് പോകുമ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്യിക്കുന്ന ഒരു കൺഫ്യൂഷൻ വരണ്ടല്ലോ. അപ്പൊ നമുക്ക് അതിന് വേണ്ടുന്ന ഒരു റെഫറൻസ് ആണിത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന അല്ലാതെ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ വഴി കണ്ടുപിടിക്കുക എന്നൊരു സംഭവം ഉണ്ടല്ലോ, ഷോ ദ വേ. മനസ്സിലായോ? എന്തെങ്കിലും 2 പിക്ചേഴ്സ് റിലേറ്റഡ്. ഇതിപ്പോ ഒരു പപ്പിയും അതിന്റെ കെനൽ, അതിന്റെ കൂടും ഉണ്ട്. അപ്പൊ അതിങ്ങനെ അവിടെ എത്തണം, അതിനുള്ള വഴി പിന്നെ നമ്മൾ വരയ്ക്കുന്നതാണ്. നമ്മൾ എവിടെയെങ്കിലൊക്കെ ബ്ലോക്ക് ചെയ്യുക, ഏതെങ്കിലും ഒരു പാത്ത് ഓപ്പൺ ആക്കി വെക്കുക, അത് അവിടെ എത്തും. അടുത്തതും റിവേഴ്സ് കളറിംഗ് ആണ്. ആൽഫബറ്റ്സ് എല്ലാം വൈറ്റ്, ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആണ്. അപ്പൊ വൈറ്റ് പോർഷൻ നമുക്ക് ഇഷ്ടമുള്ള പോലെ കളർ ചെയ്യാം. ഇതൊക്കെ കുട്ടികളെ നേരിട്ട് കൈ പിടിപ്പിച്ച് ABCD ഒക്കെ എഴുതിക്കുക, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയന്റിഫിക് അല്ല. പക്ഷെ ഇങ്ങനെ നമ്മൾ ഷേപ്സ് കൊടുത്തിട്ട് അതിൽ മാത്രം വൈറ്റ് പോർഷനിൽ മാത്രം കളർ ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് ആ കളറിങ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പൊ കളറിങ്ങിനൊപ്പം തന്നെ ട്രേസ് ചെയ്യുവാണ് അവരെ ലെറ്റേഴ്സും നമ്പേഴ്സും. അവർക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെ അവർ പഠിക്കും. ആൽഫബറ്റ്സും നമ്പേഴ്സും എല്ലാം അങ്ങനെ കളർ ചെയ്ത് ട്രേസ് ചെയ്ത് അങ്ങനെ പഠിക്കും. ഞാനിവിടെ സ്കെച്ച് പെന്നാ യൂസ് ചെയ്തിരുന്നത്. സ്കെച്ച് പെൻ പ്രൊവൈഡ് ചെയ്യേണ്ട വാക്സ് ക്രയോൺസ് അല്ലെങ്കിൽ ഓയിൽ പേസ്റ്റൽസോ അതായാലും മതി. നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ഷാഡോ. ഒറിജിനൽ ആയിട്ടുള്ള പിക്ചർ ഉണ്ടാകും, അതിനായിട്ട് മാച്ച് ആവുന്ന രീതിയിൽ ഷാഡോ കണ്ടുപിടിക്കുക. ഞാൻ കൈറ്റ് വരച്ചിട്ട് അതിന്റെ ഷാഡോ ആണ് നോക്കിയെടുക്കുന്നത്. 3 ഷാഡോ വരച്ചിട്ടുണ്ട്, അതിലെ കറക്റ്റ് ഷാഡോ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. ഇവിടെ 2 ബേർഡ്സും ഒരു ഫിഷും കാണിച്ചിട്ടുണ്ട്. താഴെ ബേർഡ്സിന്റെ കാലാണ്, ഏതോ ഒരു ബേർഡിന്റെ കാലാണ് താഴെയുള്ളത്. അത് മാച്ച് ചെയ്യുക, അതാണ്. കാല് തന്നെ വേണമെന്നില്ല, കൊക്കാകാം, അങ്ങനെ ആ രീതിയിലൊക്കെ ആകാം. അപ്പൊ അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു ബോക്സിൽ ഒരു പിക്ചർ വരച്ചിട്ടുണ്ട്. ആ ബോക്സിനേക്കാൾ വലിപ്പത്തിൽ വേറൊരു ബോക്സ് വരച്ചിട്ടുണ്ട്. അപ്പോൾ സെയിം പിക്ചർ വലുതാക്കി ഇപ്പുറത്തേക്ക് വരയ്ക്കുക എന്നുള്ളതാണ്. ബോക്സിനെ നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വലിയ ഓരോ ചെറിയ 4 ഡിവിഷൻ ഉണ്ടല്ലോ, ഓരോ ഡിവിഷനിൽ നിന്നും വരുന്ന ഷേപ്പ് ഇപ്പുറത്തേക്ക് വലുതാക്കിയിട്ട് ആ പിക്ചർ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റാർ ഷേപ്പിൽ പോലത്തെയാണ് വരച്ചിരിക്കുന്നത്. പിന്നെ ഗീവ് കളർ ടു ദ പിക്ചർ ആസ് പെർ ദ നമ്പേഴ്സ് ഗിവൺ. ഒരു ഫ്ലവർ കൊടുത്തിരിക്കുന്നത്, ഫ്ലവർ ഫോട്ടോട് കൂടിയുള്ള ഫ്ലവർ 1 2 3 4 നമ്പർ കൊടുത്തിട്ടുണ്ട്.
ഓരോ നമ്പറിലും ഓരോ കളർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ 1 എന്നുള്ളത് യെല്ലോ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ 1 വരുന്ന ഭാഗത്തെല്ലാം യെല്ലോ കളർ ചെയ്യുക. ഈ ഫ്ലവറിന്റെ നടുക്കുള്ള പോർഷൻ ഇല്ലേ, ഇതാണ് 1 കൊടുത്തിരിക്കുന്നത്. അത് അങ്ങനെ കളർ ചെയ്യുന്നു. പിന്നെ പെറ്റൽസ് എല്ലാം 2 റെഡ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ 2 എന്ന് വരുന്ന നമ്പേഴ്സിലെല്ലാം റെഡ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ട് കുട്ടിക്ക് ക്രയോൺസും കൊടുക്കുന്നു. അപ്പൊ കറക്റ്റ് ഓരോ നമ്പറിനും കറക്റ്റ് ആയിട്ടുള്ള കളറാണ് എടുക്കുന്നതെങ്കിൽ കുട്ടിക്ക് നമ്പറും അറിയാം, കളറും അറിയാം. അപ്പൊ അവർ കറക്റ്റ് ആയിട്ട് അവർ ചെയ്യും. അതേസമയം നമ്പറിൽ കൺഫ്യൂഷൻ ഉണ്ട്, കളർ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവരത് ചിലപ്പോ ആ രീതിയിലായിരിക്കില്ല ചെയ്യുന്നത്. നമുക്ക് അവരെ അപ്പൊ വീണ്ടും നമ്പേഴ്സ് പഠിപ്പിക്കാം. അത് അങ്ങനെയൊക്കെ മനസ്സിലാക്കാനുള്ള ആക്ടിവിറ്റിയും കൂടിയാണ് ഇത്. പിന്നെ ഫൈൻഡ് 2 പിക്ചർ തന്നിട്ടുണ്ടാകും. ഫൈൻഡ് ദ ഡിഫറൻസസ് ഇൻ ദ പിക്ചർ. അപ്പൊ 4 ഡിഫറൻസസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എഴുതിയേക്കുന്നത്. ദീസ് 2 പിക്ചേഴ്സ് 4 ഡിഫറൻസസ് ഉണ്ട്, അത് കണ്ടുപിടിക്കുക എന്നുള്ളത്. ടോം ആൻഡ് ജെറിയുടെ ഒരു പിക്ചറാണ് ഞാൻ വരച്ചിരിക്കുന്നത്. മാം ഇത് പറയാവോ മാം? ഒന്നും കൂടി പറയൂ. അത് 2 പിക്ചർ തരും. ആ 2 പിക്ചർ തമ്മിൽ 4 ഡിഫറൻസ്, 4ഓ 5ഓ 3ഓ എത്രയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്രയാണോ ഡിഫറൻസ് അതിനനുസരിച്ച് എഴുതാം. ആ ഡിഫറൻസസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. മാം, ഇത് ഏതെങ്കിലും ബുക്കിൽ നിന്ന് നമുക്ക് വെട്ടി ഒട്ടിക്കാമോ? ആ ഒട്ടിക്കാലോ. നിങ്ങക്ക് വരയ്ക്കണമെങ്കിൽ നിങ്ങക്ക് വരയ്ക്കാം. ഇതിനകത്ത് ഒരു പിക്ചറിൽ ടോമിന്റെ കണ്ണ് മഞ്ഞച്ചിരിക്കുന്നു, മറ്റേ പിക്ചറിൽ വെള്ള കളർ. വേറൊരു പിക്ചറിൽ ടോമിന്റെ കയ്യിലെ നഖം ഇങ്ങനെ പുറത്തേക്കുണ്ട്, മറ്റതിലില്ല. പിന്നെ ജെറിയുടെ മീശ ഒരു സൈഡിൽ മീശയില്ല, ഒരു സൈഡിൽ മീശയില്ല. പിന്നെ ടോമിന്റെ വാലിന്റെ കളർ ഒരു പിക്ചറിൽ ഗ്രേ ആണ്, വേറൊരു പിക്ചറിൽ ബ്രൗൺ ആണ്. നല്ല ഡിഫറൻസ് ആയില്ലേ? പെട്ടെന്ന് കാണാൻ പറ്റും. കുട്ടികളാവുമ്പോൾ അങ്ങനെ ഭയങ്കര മൈന്യൂട്ട് ആയിട്ടുള്ള ഡിഫറൻസസ് വെക്കരുത്, പെട്ടെന്ന് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ ഡോട്ട്സ് ജോയിൻ ചെയ്ത് പിക്ചർ കംപ്ലീറ്റ് ചെയ്യാം. ഇത് നമ്മൾ ചെയ്യാറുണ്ടല്ലേ? നമ്പേഴ്സ് ജോയിൻ ചെയ്ത് പിക്ചർ കംപ്ലീറ്റ് ചെയ്യാം, ഡോട്ട്സ് ജോയിൻ ചെയ്ത് പിക്ചർ കംപ്ലീറ്റ് ചെയ്യാം. അടുത്തത് നമ്പേഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തതല്ലായിരുന്നു. എന്റെ ബുക്ക് ഇവിടെ ഇരുന്നപ്പോ എന്റെ കുട്ടികൾ ആരോ എടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്തതാ. നമ്പേഴ്സ് ജോയിൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യും. ഒരു ദി ആയിരുന്നു അത്. ഒന്നും കൂടി കാണിക്കോ? പിന്നെ മിസ്സിംഗ് ലെറ്റർ വച്ചിട്ട് അത് ഫില്ല് ചെയ്യാം. ഓറഞ്ച് ആയിരുന്നു. ഒരു മിസ്സിംഗ് ലെറ്റർ ഏതാന്ന് വെച്ചാൽ അവരത് നോക്കിയിട്ട് ഫില്ല് ചെയ്യണം. താഴെ മാച്ച് ചെയ്യാം. ടിവിയുടെ റിമോട്ട്, മറ്റേ പാത്രത്തിന്റെ സ്പൂൺ, ഡോറിന്റെ കീ, ആ ഒരു രീതിയിൽ അങ്ങനെ മാച്ച് ചെയ്യാം. ഈ മിസ്സിംഗ് ലെറ്റേഴ്സ് എത്ര വേണേലും എഴുതാമോ? എഴുതാം, എത്ര വേണമെങ്കിലും എഴുതാം. പിന്നെ പിക്ചർ കുറച്ച് 3-4 പിക്ചേഴ്സ് തന്നിട്ടുണ്ടാവും, കണക്റ്റഡ് ആയിട്ടുള്ള പിക്ചർ. ആ പിക്ചേഴ്സ് നോക്കിയിട്ട് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ഏതിൽ നിന്നോ കട്ട് ചെയ്തതാ, ഏതോ ഒരു സ്റ്റോറി ബുക്കിലെ പിക്ചേഴ്സ് അങ്ങനെ കട്ട് ചെയ്തതാണ്. എനിക്കത് 4 പിക്ചേഴ്സ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വരാം. പിന്നെ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഒരു പോസ്റ്റ്മാനും ഒരു കുട്ടിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആയിരുന്നു. അപ്പൊ കുട്ടികൾ അവരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് അവർ തമ്മിൽ സംസാരിക്കുന്നത് ക്രിയേറ്റ് ചെയ്യും. പിന്നെ ഹൈഡിങ് ക്രീച്ചറിനെ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. ഞാൻ ചുമ്മാ വരച്ചു. പുല്ല് പോലെ നിൽക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു ബട്ടർഫ്ലൈയെ വെച്ചു. മാം, അത് മനസ്സിലായില്ല. അത് എന്താ ചെയ്യേണ്ടത് നമ്മള്? എന്തെങ്കിലും ഒരു പടം വരയ്ക്കുക. അതിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ചെറിയൊരു ജീവിനെ വരച്ചു വെക്കുക. ഹൈഡിങ് ക്രീച്ചർ, ഒളിച്ചിരിക്കുന്ന ക്രീച്ചറിനെ കണ്ടുപിടിക്കുക.
അടുത്തത് ഹൈഡിങ് അനിമൽസിനെ കണ്ടുപിടിക്കുക. കുറെ വേർഡ് പസിൽ പോലെ തന്നെ ഓരോ ബോക്സിലെ വേർഡ്സിന്റെ ഉള്ളിലും ഏതോ ഒരു അനിമലൊക്കെ ഹൈഡ് ചെയ്തിട്ടുണ്ട്, അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് വണ്ണില് കൗ ഉണ്ട്, സെക്കൻഡ് വണ്ണില് ഓക്സ് ഉണ്ട്, തേർഡ് വണ്ണില് യാക്ക്, ഫോർത്ത് വണ്ണില് ഡീർ. ഇത്രയായിരുന്നു ഞങ്ങൾക്ക് അന്ന് ഉണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ഇത് റിലേറ്റഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. എത്രയേ ഉള്ളൂ. ക്ലിയർ ആയോ? യെസ് മാം. ഓക്കെ, സോ നമുക്ക് ഇനി ക്ലാസ്സിലേക്ക് പോകാലോ. ടീച്ചറെ, ഇത് ഫോർത്ത് റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് അല്ലേ ഇപ്പൊ പറഞ്ഞത്? എത്ര നേരം? അതെ അതെ, ഇത് ക്ലാസ് റൂമിൽ ഇടത്തില്ലേ? അത് ഞാൻ ക്ലാസ് റൂമിൽ ഇട്ടിട്ടില്ലേ? ഇട്ടിട്ടുണ്ട് ഓൾറെഡി. പക്ഷെ ഇത്ര നേരം എനിക്ക് എഴുതിയെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ വേറെ സ്ഥലത്താണ്. അതല്ല, ക്ലാസ് റൂമിൽ ഞാൻ ഈ റെക്കോർഡ്സിന്റെ ഡീറ്റെയിൽസ് ഇട്ടിട്ടില്ലേ? ഇട്ടിട്ടുണ്ട്. ഇതെങ്ങനത്തെ മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൽ എന്താ ഏതാ ചെയ്യേണ്ടതെന്നുള്ളത് വിശദമായിട്ട് ഇത്ര നേരം മാം പറഞ്ഞില്ലായിരുന്നു. അതൊന്നും ഞാൻ എഴുതിയെടുത്തിട്ടില്ല. ഈ ക്ലാസ് റെക്കോർഡ് വരും. റെക്കോർഡ് ക്ലാസ് ഉണ്ടാവില്ലേ? റെക്കോർഡ് ക്ലാസ് കേൾക്കാറുണ്ട്. ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടില്ല, ജസ്റ്റ് അതിന്റെ സ്റ്റേറ്റ്മെന്റുകൾ മാത്രമേ ഉള്ളൂ ക്ലാസ് റൂമിൽ ഇട്ടിരിക്കുന്നത്. ഈവൻ ദോ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്താലും നിങ്ങൾക്ക് ഡൗട്ട് തോന്നും, അപ്പൊ പിന്നെ അത് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കുമല്ലോ നല്ലത്. പിന്നെ നിങ്ങൾക്ക് റെഫർ ചെയ്യണമെങ്കിൽ ഇടയ്ക്ക് നോക്കാം, പിന്നെ ആരോടെങ്കിലും വേറെ ആരോടെങ്കിലും ചോദിക്കാം. ഓക്കെ, ചോദിച്ചോട്ടെ, നമ്മളിത് ക്ലാസ്സിൽ വെച്ചാ ചെയ്യുന്നല്ലേ പറഞ്ഞത്? രണ്ടെണ്ണവും എന്ന് പറഞ്ഞോ? അല്ലെ, അങ്ങനെയാണോ? രണ്ടെണ്ണം നമ്മൾ ക്ലാസ്സിൽ ഇരുന്ന് ചെയ്യുന്ന അങ്ങനെ എന്തോ പറഞ്ഞ പോലെ തോന്നിയായിരുന്നു. രണ്ടല്ല, ഏറ്റവും ലാസ്റ്റത്തെ റെക്കോർഡ് അപ്പാരറ്റസ് റെക്കോർഡാണ് ക്ലാസ്സിൽ ഇരുന്ന് ചെയ്യുന്നത്. ഇത് നമുക്ക് ചെയ്യാല്ലേ? മറ്റേ മൂന്നെണ്ണം. ഓക്കെ. ആദ്യത്തെ 4 എണ്ണം നിങ്ങൾ തന്നെ ഇരുന്ന് ചെയ്യണം. അതിന്റെ ഡീറ്റെയിൽസ് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. ആദ്യത്തെ 4 എണ്ണം. ഏറ്റവും അവസാനത്തെ നമ്മുടെ പ്രാക്ടിക്കൽ മോഡ്യൂൾ 3യുടെ അപ്പാരറ്റസ് റെക്കോർഡാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ തരും. അത് ഫസ്റ്റ് ബാച്ചിനെ ക്ലാസ്സിലിരുത്തി എഴുതിച്ചു. അപ്പൊ കുറേ സമയം പോയി. അപ്പൊ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് തേർഡ് ബാച്ചിലെ ഒരു കുട്ടി അത് നല്ലപോലെ, എന്റെ റെക്കോർഡിൽ കുറെ കറക്ഷൻസ് ഉണ്ടായിരുന്നു, അപ്പൊ അതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് കൊടുത്തപ്പോ അത് നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ആ റെക്കോർഡ് എല്ലാവർക്കും ക്ലാസ് റൂമിലേക്ക് ഷെയർ ചെയ്ത് തരും ഇത് കഴിഞ്ഞിട്ട് പ്രാക്ടിക്കൽ തുടങ്ങുമ്പോൾ, കേട്ടോ? മാം, പ്രാക്ടിക്കലും കൂടി കഴിഞ്ഞിട്ടാണോ നമുക്ക് മോഡൽ എക്സാം വെക്കുന്നത്? അതെ, ചിലപ്പോ പ്രാക്ടിക്കലിന്റെ ഇൻ ബിറ്റ്വീൻ വരാം. പ്രാക്ടിക്കൽ ഇനിയിപ്പൊ എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് വീക്കോ നിങ്ങൾക്ക് പ്രാക്ടിക്കൽസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നു. മാം, ഞാനൊരു ഡൗട്ട് ചോദിച്ചിട്ടേ, ഞങ്ങൾക്ക് എക്സാം മെയ്യിൽ വരുമോ? ഫൈനൽ എക്സാം മെയ്യിൽ കോഴ്സ് കംപ്ലീറ്റ് ആവുമോ? നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസം തന്നെ മോഡ്യൂൾ 1 കഴിയും, മോഡ്യൂൾ 3 കഴിയും, അതായത് പ്രാക്ടിക്കൽസും കഴിയും. ഏപ്രിൽ ഫസ്റ്റ് വീക്ക് തന്നെ അതായത് ഓഫ്ലൈൻ ആയിട്ട് പ്രാക്ടിക്കൽ സെഷൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ടുള്ള സെഷൻ വെക്കണം എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, പെരുന്നാൾ കഴിഞ്ഞിട്ടേ. അപ്പൊ അങ്ങനെ ആ രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ പോവുകയാണെങ്കിൽ ഏപ്രിൽ തന്നെ നിങ്ങളുടെ മോഡൽ എക്സാമും നടത്താൻ പറ്റും. മെയ് ഫസ്റ്റ് വീക്ക് ആവുമ്പോൾ മെയിൻ എക്സാമും വൈവ എല്ലാം കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് തോന്നുന്നത്. ഞാൻ ട്രെയിനിങ്ങിന് പോയ സ്കൂളിൽ ഈ വർഷം വേക്കൻസി ഉണ്ട്. അപ്പൊ അവരെന്റെ അടുത്ത് ചോദിച്ചിങ്ങനെ. അപ്പൊ അവിടെ TTC-കാരെയാണ് അവർ നോക്കുന്നത്. എന്നാലും പ്ലേയിലായിട്ടാണ്. എന്നാലും അവരൊക്കെ എന്നോട് പറഞ്ഞു എക്സാം ഒക്കെ കഴിയുമെങ്കിൽ നോക്കാന്ന് പറഞ്ഞു. നിങ്ങൾ ജോയിൻ ചെയ്ത മന്ത് ഏതായിരുന്നു? ജൂണിലാണ്.
പക്ഷെ നിങ്ങളുടെ ബാച്ചിൽ നിന്ന് ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നതുകൊണ്ടാണ് നമ്മൾ ഇത്ര സ്ട്രഗിൾ ചെയ്യുന്നത് നിങ്ങളുടെ വേഗം തീർക്കാൻ വേണ്ടിയിട്ട്. എക്സാം കഴിയുമെങ്കിൽ അവര് നോക്കാന്നാ പറഞ്ഞത്. അല്ലെ പിന്നെ അടുത്ത ആൾ അവര് അല്ല, നോക്കും. ഈ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ചെയ്യേണ്ട വർക്കുകൾ നിങ്ങളും കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ തീരും. മാം ഇപ്പൊ ഓൾറെഡി 3 റെക്കോർഡും പിന്നെ ഒരു 10 ക്വസ്റ്റ്യൻസിന്റെ അസൈൻമെന്റ് അങ്ങനെ 4 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി 5 റെക്കോർഡല്ലേ ടോട്ടൽ പറഞ്ഞിരിക്കുന്നത്? അതെ അതെ. ഇപ്പൊ അത് 4th ഇനി 5th 1th ഒന്നും കൂടി ഉണ്ടല്ലോ. അതാണ് ആ റെക്കോർഡിന്റെ ഡേറ്റ മുഴുവനും ക്ലാസ് റൂമിൽ ഷെയർ ചെയ്യും. അപ്പൊ അത് നോക്കി എഴുതി വെച്ചാൽ മതി. അതെല്ലാം നമ്മളുടെ മെറ്റീരിയൽസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. അത് നിങ്ങൾ തന്നെത്താനെയൊന്നും എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും ആ മെറ്റീരിയൽസിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയുവാണെങ്കിൽ അത് ആഡ് ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ. നമ്മൾ എവിടെ വരെയായി? ഒരു 5 minutes. മാം ഇനി ഫസ്റ്റ് പീരീഡ്, സെക്കൻഡ് പീരീഡ്, തേർഡ് പീരീഡ് ആണ് വായിക്കാനുള്ളത്. ഡെവലപ്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി ലൈഫിന് മുമ്പ്. സമയം കിട്ടുമ്പോഴൊക്കെ പെൻഡിങ് ആയിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്ത് വെക്കുക കേട്ടോ. കാരണം അല്ലെങ്കിൽ ഞാൻ ആദ്യം തുടങ്ങി കൊടുത്തിട്ട് തന്നെ ഫസ്റ്റ് ബാച്ചുകാര് സ്ട്രഗിൾ ചെയ്യുക. ഇപ്പൊ ചിലർ ഇപ്പോഴും തുടങ്ങിയിട്ടേ ഉള്ളൂ. അങ്ങനെയൊന്നും ഒരു ഇടവരുത്തരുത്. പിന്നെ നമ്മളുടെ കുട്ടികളുടെ വെക്കേഷൻ വരുവാണ്. നമ്മൾ അവരെ വെക്കേഷൻ സമയത്തിരുന്ന് നമ്മുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് മിസ്സാവുമല്ലേ. ഫാമിലിക്ക് ആ ഒരു ടൈം, ഫാമിലി ടൈം എന്നുള്ളത് മിസ്സാവും. അപ്പം വേഗം വേഗം അവർ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തിരക്കാവുന്ന സമയത്ത് നമ്മൾ നമ്മളുടെ ഈ വർക്കൊക്കെ തീർത്ത് ഒക്കെ ഇരിക്കുവാണെങ്കിൽ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റും. അല്ലെങ്കിൽ വെക്കേഷൻ എല്ലാവർക്കും കൊളാവും. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയുന്നത്, കളർ എന്നുള്ള കൺസെപ്റ്റ് കുട്ടികളിലേക്ക് പഠിപ്പിക്കുമ്പോൾ ഒരു ടീച്ചർ അഡോപ്റ്റ് ചെയ്ത ഒരു 3 പീരീഡ് ലെസൺ മോണ്ടിസോറി മെറ്റീരിയൽസ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മളായിട്ട് നമ്മള് കളർ റീഡിങ് കാർഡ്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു അത് വെച്ചിട്ടാണെങ്കിലും ഇപ്പൊ കളർ ടാബ്ലറ്റ്സ് വാങ്ങാനൊന്നും നമുക്ക് പറ്റില്ല, അത് ഇച്ചിരി കോസ്റ്റ്ലിയാണ്. സോ ഇതുപോലുള്ള കളർ റീഡിങ് കാർഡ്സ് ഉണ്ടാക്കിയിട്ട് കുട്ടികളെ കളർ പഠിപ്പിക്കുമ്പോൾ എന്താണ് ആ ഒരു ടീച്ചർ അഡോപ്റ്റ് ചെയ്ത 3 പീരീഡ് ലെസൺ എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അത് നമ്മൾ 3 പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ആക്ടിവിറ്റി ചെയ്യിക്കുമ്പോഴും കുട്ടിക്ക് ലാംഗ്വേജ് എന്നുള്ള കൺസെപ്റ്റ് വരുവാണ്. അപ്പൊ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് ബോണസ് ആയിട്ട് കുട്ടികൾക്ക് കിട്ടുന്നതാണ് ലാംഗ്വേജ് എന്നുള്ള കൺസെപ്റ്റ്. അപ്പൊ ടീച്ചർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ ടാബ്ലറ്റ്സ് ഉണ്ട്, നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സെഷൻ വരുമ്പോൾ മനസ്സിലാകും. ബ്ലൂ ടാബ്ലറ്റ് കുട്ടികളുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് ദിസ് ഈസ് ബ്ലൂ എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ബ്ലൂ ടാബ്ലറ്റ് റിമൂവ് ചെയ്തിട്ട് അതിന് പകരം റെഡ് ടാബ്ലറ്റ് വെച്ചു. എന്നിട്ട് കുട്ടികളോട് പറഞ്ഞു ദിസ് ഇസ് റെഡ് എന്ന് പറഞ്ഞു. അപ്പൊ ടീച്ചർ അവിടെ നല്ലൊരു സ്ട്രക്ചറിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു സെന്റൻസ് യൂസ് ചെയ്തു, ദിസ് ഈസ് ബ്ലൂ, ദിസ് ഈസ് റെഡ്. അപ്പൊ കുട്ടിയുടെ മനസ്സിലേക്ക് ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, ആ ഒരു സെന്റൻസ് പതിയും. അപ്പൊ അത് ആദ്യം ഒരു കളർ വെച്ചു, അത് ഇമ്മീഡിയറ്റ്ലി മാറ്റിയിട്ടാണ് അടുത്ത കളർ വെച്ചത്. അപ്പൊ കുട്ടി കണ്ടത് 2 കളറാണ്. അപ്പൊ ഈ 2 കളറും കുട്ടിയുടെ ഉള്ളിൽ വരണം, റെഡ് ബ്ലൂ എന്ന് അതിന് പറഞ്ഞ പേരും വരണം. ഇത് സെക്കൻഡ് പീരീഡ് ആയി. സെക്കൻഡ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൺസെപ്റ്റ് കുട്ടിക്ക് കിട്ടിയോ, ഏത് കളറാണ് കൊടുത്തത് എന്നുള്ള കൺസെപ്റ്റ് കിട്ടിയോ എന്നുള്ളതാണ്. ടീച്ചർ 2 ടാബ്ലറ്റ്സും വെക്കും, 2 കളറും വെക്കും, റെഡും ബ്ലൂവും വെക്കും. വെച്ചിട്ട് കുട്ടിയോട് ചോദിക്കും വിച്ച് വൺ ഈസ് റെഡ്. കറക്റ്റ് ആ ഇംപ്രഷൻ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുട്ടി റെഡ് തന്നെ ചൂണ്ടിക്കാണിക്കും. അല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഓർത്ത് ദിസ് ഈസ് റെഡ് എന്നുള്ള സ്റ്റേറ്റ്മെന്റും പറയും. അപ്പൊ അവിടെ ലാംഗ്വേജും വന്നു, കളറും മനസ്സിലാക്കി. അതേസമയം അറിയാതെ ബ്ലൂ എന്ന് പറയുന്നെങ്കിൽ കളർ വന്നിട്ടില്ല, വീണ്ടും നമ്മൾ ആദ്യ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്യും. അപ്പൊ പിന്നെ ചോദിക്കാം വിച്ച് ഈസ് ദ ബ്ലൂ വൺ, ഏതാണ് ബ്ലൂ വൺ എന്ന് ചോദിക്കാം, 2 കളറും വെച്ചിട്ട് അങ്ങനെയും ചോദിക്കാം. ഇവിടെ കുട്ടിയുടെ ലാംഗ്വേജും ഇംപ്രൂവ് ചെയ്യും, ക്രോമാറ്റിക് സെൻസ് അതായത് കളർ മനസ്സിലാക്കാനുള്ള സെൻസും ഇംപ്രൂവ് ചെയ്യും. അതാണ് സെക്കൻഡ് പീരീഡിൽ ചെയ്യുന്നത്. തേർഡ് പീരീഡിൽ ദ ചൈൽഡ് നെയിമിങ് ദ കൺസെപ്റ്റ്. ഏതെങ്കിലും ഒരു ടാബ്ലറ്റ് കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരു കളർ, നമുക്ക് കാർഡ് കഴിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു കളറിന്റെ കാർഡ് വെച്ചിട്ട് വാട്ട് ഈസ് ദിസ്, ഇത് എന്താന്ന് ചോദിക്കാം. എന്നിട്ട് അപ്പൊ കുട്ടി അത് തന്നെ നെയിം ചെയ്യുവാണ്. ദിസ് ഇസ് റെഡ് ആണ് വെച്ചിരിക്കുന്നതെങ്കിൽ ദിസ് ഈസ് റെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ആ ലാംഗ്വേജും ശരിയായി, കളറിന്റെ കൺസെപ്റ്റും കിട്ടി.
അങ്ങനെ ഓരോ കളർ മാറ്റി മാറ്റി. ഇനീഷ്യലി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എല്ലാ കളറും കൂടെ വെക്കാതെ ഏതെങ്കിലും 2 കളർ അല്ലെങ്കിൽ 3 കളർ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ആ 3ഉം കുട്ടി ഫെമിനറൈസ് ആവുമ്പോൾ പുതിയ പുതിയ കളേഴ്സ് എടുത്തിട്ട് വീണ്ടും പഠിപ്പിക്കാം. ലാംഗ്വേജ് ഫോർമേഷൻ വന്നു, കളറിന്റെ സെൻസ്, ക്രോമാറ്റിക് സെൻസ് അതും വന്നു. കുട്ടി സംസാരിക്കാനും ദിസ് ഈസ് റെഡ്, ദിസ് ഈസ് ബ്ലൂ എന്നൊക്കെ പറയാനും പഠിച്ചു തുടങ്ങും. ആ ഒരു കൺസെപ്റ്റ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഡെവലപ്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി സൈക്കിൾ ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ തന്നെ പറയണത്. നിങ്ങളെ കൊണ്ട് റീഡ് ചെയ്യിക്കാത്ത കേട്ടോ. നമുക്ക് റീഡ് ചെയ്തിട്ട് പറയാനുള്ള സമയം ഇപ്പൊ. ഡെവലപ്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി സൈക്കിൾ. ഇപ്പൊ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ കുട്ടികൾ പല കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്ത് പല കാര്യങ്ങളും അറിഞ്ഞ് അവർക്ക് കുറെ ഗ്രോത്ത്, അതുപോലെ പല ഡെവലപ്മെന്റ്സും ഉണ്ടായി. അവരുടെ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി എല്ലാം വരുവാണ്. മ്യൂച്വൽ ഹെൽപ്പ്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, മ്യൂച്വൽ റെസ്പെക്ട്, അങ്ങനെയെല്ലാം കുട്ടികളെല്ലാം വളരെ ഹാപ്പി ആയിട്ട് വളരെ എനർജറ്റിക് ആയിട്ടാണ് ഒരു മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യുന്നത്. എല്ലാവരും കൂടെ ഒരുമിച്ച് 10 കുട്ടികളുണ്ടെങ്കിൽ 10 കുട്ടികളും ചെയ്യുന്നു. ആരും ആരെയും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അവർ തമ്മിലൊരു സപ്പോർട്ട് ഉണ്ട്. ആരോ ടീച്ചിങ് പ്രാക്ടീസിന് പോയവരും പറയുന്നുണ്ടായിരുന്നു കുട്ടികൾ പരസ്പരം ഹെൽപ്പ് ചെയ്യുന്നത് കണ്ടു എന്ന്. അതെല്ലാം ആ ചെറുപ്രായത്തിലെ അവരിൽ വരുന്നുണ്ട്. പല എലമെന്റ്സും ഇങ്ങനെ ഈ മോണ്ടിസോറി മെത്തേഡിൽ കുട്ടികളെ ഇങ്ങനെ ഗ്രോത്തിന് അല്ലെങ്കിൽ ഡെവലപ്മെന്റിന് സഹായിക്കുന്നുണ്ട്. അവരെ പലപ്പോഴും അവർക്കൊരു സെൻസ് ഓഫ് ഓണർഷിപ്പ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഒരു ക്ലാസ്സിൽ. ഇപ്പൊ നമ്മളും സ്കൂളിൽ പഠിക്കുന്നത് എന്റെ ക്ലാസ് റൂമാണ്. ഈ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം സംരക്ഷിക്കേണ്ടത് എന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. അങ്ങനെ വരുമ്പോൾ ഒരിക്കലും നമ്മൾ ആ ക്ലാസ് റൂമിന്റെ വൃത്തികേടാക്കില്ല, ക്ലാസ് റൂമിലെ ബെഞ്ച് ഡെസ്ക് ഒന്നും ഒടിക്കില്ല. പക്ഷെ അങ്ങനെയൊക്കെ കുട്ടികൾ ചെയ്യുന്ന കണ്ടിട്ടുണ്ടല്ലേ, ഡിസ്ട്രക്റ്റീവ് നേച്ചർ ആയിട്ടുള്ള കുട്ടികളുണ്ട്. പക്ഷെ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ അവർക്ക് ആ ഒരു സെൻസ് ഓഫ് ഓണർഷിപ്പ്, നമ്മുടെ ക്ലാസ് റൂം നല്ല നീറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇവിടെയുള്ള സാധനങ്ങളെല്ലാം എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. എല്ലാം കുട്ടികളുടെ ചൈൽഡ് സൈസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. അവരുടെ ഫിസിക്കൽ അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ഇമോഷണൽ നീഡ്സിന് എല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും. പിന്നെ കുട്ടികൾക്ക് ഒരു ഓർഡർ ഉണ്ടാകും എന്ന് പറഞ്ഞു. ആ ഒരു ഡേയില് രാവിലെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അത് കഴിഞ്ഞ് ലഞ്ചിന്റെ ടൈം ആകുമ്പോൾ എന്ത് ചെയ്യണം, വൈകുന്നേരം ആകുമ്പോൾ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ ഓർഡറും കുട്ടികൾക്ക് ഉണ്ടാവും. ഈവൻ അവരുടെ ബിലോങ്ങിങ്സ് വയ്ക്കാനായിട്ടൊരു സ്പേസ് ഉണ്ടായിരിക്കും. അപ്പൊ ഓരോരുത്തരും അവരവരുടെ ബിലോങ്ങിങ്സ് എവിടെയാണെന്നുള്ള രീതിയിൽ അവർക്ക് അറിയാനായിട്ട് പറ്റും. അങ്ങനെ എല്ലാത്തിനും സ്കൂളുകളിലും അതെല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ചെയ്യുന്നത്. ഇവരുടെ ഇമോഷണൽ നീഡ്സും എല്ലാം നല്ല രീതിയിൽ, ഒരു മെറ്റീരിയൽസ് എടുക്കാനാണെങ്കിലും വേറൊരാളുടെ സപ്പോർട്ട് ആവശ്യമില്ല. അവരുടെ ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ട്. എല്ലാം താഴെ താഴെ അവരുടെ ഹൈറ്റിന് വെച്ചുള്ള രീതിയിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് എല്ലാം എടുക്കാനായിട്ട് പറ്റും. ഓപ്പൺ ഷെൽഫുകളാണ്. അപ്പം അതെല്ലാം അപ്പൊ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവയ്ക്കുക. അപ്പൊ അങ്ങനെ ഒരു ഓർഡർ അവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. സിസ്റ്റമാറ്റിക് ആയിട്ട് അവർ കാര്യങ്ങൾ ചെയ്യും. സെക്കൻഡ് വൺ റെസ്പോൺസിബിലിറ്റിയാണ്. മറ്റുള്ളവരോടൊരു ഫീൽ, എംപതി, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, മ്യൂച്വൽ റെസ്പെക്ട് എല്ലാം ഉണ്ടായിരിക്കും. മോറൽ ഹെൽപ്പ് ടു അതർ ചിൽഡ്രൻ. അവിടെ പല ഏജിലുള്ള കുട്ടികൾ ഉണ്ടാവുമായിരിക്കും. അപ്പൊ ആ ഏജ് ഡിഫറൻസ്, അതായത് മുതിർന്ന കുട്ടികളെ ചെറിയ കുട്ടികളോട് കാണിക്കും. അപ്പൊ ഈ മുതിർന്ന കുട്ടികളെ കാണുമ്പോൾ അവരെ റോൾ മോഡൽ ആക്കാനായിട്ട് നോക്കും ചെറിയ കുട്ടികൾ. അപ്പൊ മുതിർന്ന കുട്ടികൾ പെരുമാറുന്ന പോലെ തന്നെ ഇവരും പെരുമാറാനായിട്ട് തോന്നും. അവര് പരസ്പരം ഹെൽപ്പ് ചെയ്തിട്ടാണ് ആ ഒരു എൻവയോൺമെന്റിൽ കഴിയുന്നത്. പിന്നെ അവർക്ക് ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് ഉണ്ട്. അപ്പൊ അവരുടെ ഇൻട്രസ്റ്റ് എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് വരും. ഇവർ എക്സ്പ്ലോർ ചെയ്യും, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. ഡിഫറെന്റ് ഏജസ് ആണ്, അത് നമ്മൾ പറഞ്ഞു. ഒരു മോണ്ടിസോറി ക്ലാസ് റൂമിൽ 25 ചിൽഡ്രൻ ഉണ്ടെങ്കിൽ അതില് 3 വയസ്സുള്ളവരുണ്ടാകും. ഒരു 1/3 കുട്ടികൾ 3 വയസ്സുള്ളവരായിരിക്കും. ഇതിൽ 4 വയസ്സുള്ളവരായിരിക്കും. അടുത്തൊരു 1/3, ബാക്കി 1/3 എന്ന് പറയുന്നത് 5 year olds. ആ ഒരു രീതിയിൽ പോകും. ആ ഒരു മിക്സഡ് ഏജ് ഗ്രൂപ്പുമാണ്. 3 to 6 years, സംടൈംസ് 2.5 to 6 years. കുട്ടികൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. മുതിർന്ന ഏജിലുള്ളവർ പല കാര്യങ്ങളും ഇവർക്ക് ചെയ്തു കൊടുക്കും. അപ്പൊ അവരിൽ നിന്നും കുറെ കാര്യങ്ങൾ പഠിക്കും. അത് അവര് അവരെക്കാൾ താഴെയുള്ളവർക്ക് ചെയ്തു കൊടുക്കാനായിട്ട് നോക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. നെക്സ്റ്റ് മോണ്ടിസോറി ടീച്ചർ എന്നുള്ളത് മാറ്റി ഫെസിലിറ്റേറ്റർ എന്നാക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. മോണ്ടിസോറി ഫെസിലിറ്റേറ്ററെ കുറിച്ചും അവരുടെ ക്വാളിറ്റീസും, എങ്ങനെ ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആയിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നെക്സ്റ്റ് വരുന്നത്. ഓക്കെ, വിചാരിച്ചു നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് തീർക്കാൻ പറ്റില്ല, പക്ഷെ ഞാൻ തോന്നുന്നില്ല. എനിവേ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്ലാസ് തീരുവാണെങ്കിൽ ഈ ആഴ്ച കൊണ്ട് നിങ്ങളുടെ ഇതെല്ലാം തീർന്ന് നെക്സ്റ്റ് വീക്ക് പ്രാക്ടിക്കൽസ് സ്റ്റാർട്ട് ചെയ്യാനായിരുന്നു.
ഓക്കെ ഫൈൻ. സോ സൈൻ ഔട്ട് ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? യെസ്. അറിയില്ല. എനിവൺ പ്ലീസ്. നമുക്ക് വേണ്ടി ചെയ്യാൻ കുഴപ്പമില്ല. Okay, then bye. Thank you for the class, ma'am. Thank you, 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 ma'am.